നല്ല മലങ്കൾട്ട് പടം മോശമായിട്ടുള്ള ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ പടം തന്നെ എടുത്ത് പുള്ളി ഇത്ര രീതി പറഞ്ഞത്? പോയ വയനാട്ടില് വീട് വെച്ച് കൊടുക്കാനായിട്ടാണ് ഈ സിനിമക്ക് കമ്മിറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അത് അവർക്ക് ഈ ദുരിതാശ്വാസ നിധിനെ കുറിച്ചോ വയനാട്ടിലെ സംഭവം അതിന് പൈസ കൊടുക്കുന്നതിനെ കുറിച്ചോ അങ്ങനെ ഒരു സംഭവമായിട്ട് അവർക്കൊരു ബന്ധമില്ല, അവർക്ക് അറിയില്ല. ഇത്രയും നന്ദിയില്ലാത്ത ഒരു വർഗത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ്. അത് ഈ മുള്ളൻകൊല്ലി എന്ന് പറയുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണ്. എന്നെ ഒരു സിനിമയിലേക്ക് വിളിച്ച് പറ്റിച്ചുകൊണ്ട് അഭിനയിപ്പിച്ചതും പോരാഞ്ഞിട്ട് ആ സിനിമയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുത്തതിന് ശേഷം ശുദ്ധ കള്ളത്തരങ്ങളും നെറികേടുകളും എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു റിവ്യൂസ് ബാഡ് ആവാൻ തുടങ്ങിയതിന് ശേഷമാണ് പുള്ളിയും ബാക്ക് ഓഫ് ആയിരിക്കുന്നത്. പുള്ളിനെ കൊണ്ട് പടത്തിന് മാർക്കറ്റിംഗിൽ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു, പക്ഷെ പടത്തിന് ആൾ കയറുന്ന സമയത്ത് അത് നെഗറ്റീവിലാണ് എഫക്ട് ചെയ്തിരിക്കുന്നത്. ഗോക്കും അഖിൽമാരും തമ്മിൽ മുമ്പിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് സംശയമുണ്ട് അതിന്റെ പേരിലാണോ ആക്ഷൻ പടാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ 1.5 കോടി രൂപയ്ക്ക് ഇറങ്ങിയ ഒരു പടം, പക്ഷെ ഇതൊരിക്കലും ആക്ഷേപഹാസ്യമല്ല, ഇത് പേഴ്സണൽ അസാൾട്ട് എന്ന് പറയും. ഒരുപാടായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അഖിൽമാർക്ക് ഒരു പണി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇനി പുള്ളി എന്തെങ്കിലും പ്രശ്നത്തിൽ നോക്കട്ടെ, പുള്ളിക്ക് വേറൊരു ഓപ്ഷനിലും പുള്ളിനെ തളർത്താനില്ല. അഖിൽമാരെന്ന വ്യക്തിനെ തളർത്താൻ ആ സിറ്റുവേഷനിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പുള്ളിനെ തളർത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചവരുടെ കഷ്ടകാലം കൊണ്ടോ ഞങ്ങളുടെ കഷ്ടകാലം കൊണ്ടോ ഡയറക്ടറുടെ കഷ്ടകാലം കൊണ്ടോ മുള്ളൻകൊല്ലിയായിരുന്നു അവർക്ക് കിട്ടിയ കച്ചിത്തിരുമ്പ് എന്ന് പറയുന്നത്. മുള്ളൻകൊല്ലി എന്ന് പറയുന്ന സിനിമ മൂലം പുതിയ ശത്രുക്കൾ ആരും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പുള്ളിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ശത്രുക്കളും പുള്ളിയുടെ ഹെയ്റ്റേഴ്സും ഇത് നന്നായിട്ട് യൂസ് ചെയ്തു, അതുണ്ടായി. അല്ലാതെ ഞാൻ പ്രൊഡ്യൂസറെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്ത സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തതല്ല. 1 കോടി രൂപയുടെ പ്രൊമോഷൻ ഞാൻ ഫ്രീ ആയി ചെയ്തു. അങ്ങനെ ഇനി ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് കഷ്ടപ്പെടുന്നുണ്ട്. അഖിലേട്ടൻ അങ്ങനെ ചെയ്താന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നാട്ടിൽ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് കൈയൊഴിഞ്ഞു. കുറച്ച് ദിവസവും കൂടി കൂടെ നിന്നിരുന്നു എങ്കിൽ ഒരു 10-15 ദിവസം ഇത് ഓടുമെന്ന് തോന്നുന്നു. ഹായ് ഹലോ, മുള്ളൻകൊല്ലി പലരും കണ്ടിട്ടുണ്ടാവും സിനിമ, ഞാനും കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം അഖിൽമാരാർ ഇതിനെതിരെ ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അപ്പം ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാനും ഇതിൽ അഭിനയിച്ച ഒരാളും അതുപോലെ തന്നെ മോഡലും കൊറിയോഗ്രാഫറും ഒക്കെ ആയിട്ടുള്ള അതുൽ സുരേഷാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം. നമസ്കാരം. മുള്ളൻകൊല്ലി ഏതായാലും നമ്മുടെ തൻകുഞ്ഞു പൊൻകുഞ്ഞെന്നാണല്ലോ. മുള്ളൻകൊല്ലി 2ാമത്തെ സിനിമയാണ്. മുള്ളൻകൊല്ലിയിൽ എന്താണ് അഭിനയിക്കാൻ കാരണം? ആദ്യം അത് പറഞ്ഞു തുടങ്ങാം. മുള്ളൻകൊല്ലിയിലേക്ക് എൻ്റെ ഫസ്റ്റ് പടം ചെയ്ത് ആ ഡയറക്ടർ തന്നെ പടമായിരുന്നു, ബാബു സാറിൻ്റെ പടമായിരുന്നു ഇത്. പിന്നെ ഇവർ ലാസ്റ്റ് മൊമെന്റിലാണ് എന്നെ ഈ പടത്തിലേക്ക് വിളിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ വേറെ ഇതിന് ഇടയിൽ വേറെ 2 പടം ചെയ്തിട്ടുണ്ട്. ഞാൻ മാജിക് മൊമെന്റ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലിസ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് പടം ചെയ്തിട്ടുണ്ട്. അത് മോഡലിംഗ് വഴി അവർ കാസ്റ്റ് ചെയ്തായിരുന്നു. ബ്ലിസ് എന്ന് പറഞ്ഞു ന്യൂസിലാൻഡിലെ ആർട്ടിസ്റ്റുകളുടെ കൂടെ, ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ആർട്ടിസ്റ്റുകളുടെ കൂടെ. അത് ഇറങ്ങിയോ പടം? ഇല്ല, അതിപ്പോൾ ഫിലിം ഫെസ്റ്റിവലിന് ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ ഓടിക്കൊണ്ടിരിക്കുക ആ പടം. നമുക്ക് പുറത്തുള്ള വിദേശികളുടെ കൂടെ, ഞങ്ങൾ ആകെ കുറച്ച് മലയാളികളും പിന്നെ കൈലാഷ് ഏട്ടനുണ്ടായിരുന്നു, ആക്ടർ കൈലാഷ് ഉണ്ട്, ബാക്കി പുറത്തുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. ഒരു മനുഷ്യ മാംസം തിന്നുന്നൊരു അവാർഡ് ബേസ്ഡ് പടമാണ് ഫിലിം ഫെസ്റ്റിവലിന്. ആ പടം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് പിന്നെ മുള്ളൻകൊല്ലിയിലേക്ക് ലാസ്റ്റ് മൊമെന്റിൽ വിളിക്കുന്നു. അങ്ങനെ വന്നു ചെയ്തു. മുള്ളൻകൊല്ലിയുടെ ആ വിവാദത്തിൽ നിന്ന് തന്നെ നമുക്കൊന്ന് തുടങ്ങാം. അഖിൽമാരാർ ശരിക്കും പറഞ്ഞാൽ 1/2 മണിക്കൂറേ അഖിൽമാരാർ ഈ സിനിമയിലുള്ളൂ എന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. പക്ഷെ അഖിൽമാരാർ നായകൻ എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ പ്രൊമോഷൻ ഇങ്ങനെ പോയത്. അതെന്തുകൊണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു പടം തുടങ്ങിയ സമയത്ത് അഖിലേട്ടൻ പടത്തിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. അഖിലേട്ടൻ നായകനായിരുന്ന സ്ക്രിപ്റ്റിൽ എനിക്ക് തോന്നുന്നു അഭിഷേകായിരുന്നു നായകൻ. പിന്നെ അഖിലേട്ടൻ പടത്തിൽ വന്നതിന് ശേഷം സ്ക്രിപ്റ്റിൽ ചെറിയ തിരുത്തുകളുണ്ടായി. അവസാനം ഇപ്പോൾ ക്ലൈമാക്സിലാ കൊല്ലുന്നൊക്കെ ആണെങ്കിൽ അഖിലേട്ടനിലേക്ക് വരുമായിരുന്നു തോന്നുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ പബ്ലിസിറ്റിയും കാര്യങ്ങളും ഉള്ളത് കൊണ്ടും ഗ്രാജുവലി പടത്തിൻ്റെ നായകനായിട്ട് അഖിലേട്ടനെ അവർ മാറുമായിരുന്നു. അത് അഖിലേട്ടൻ്റെ സമ്മതത്തോടെ തന്നെയാണ് അവർ പുള്ളിയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. പടം അഖിലേട്ടൻ നായകനായി എന്നുള്ള രീതിയിലേക്ക് അവർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. ആ രീതിയിലേക്ക് വന്നു. അഖിൽമാരാർ പോസ്റ്റ് ഇട്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൊണ്ടാണ് ഈ സിനിമ ഓടാതെ പോയത് എന്നാണ് വിമർശനം. അതുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടതെന്നാണ് പറയുന്നത്. ഈ സിനിമക്കെതിരെ അല്ല, ഇവർക്കെതിരെ. അത് സംവിധായകനൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നോ? സോ ബേസിക്കലി ഈ പടം മുള്ളൻകൊല്ലി എന്ന് പറഞ്ഞ പടത്തിന് അഖിൽമാർ എന്ന ആ ക്യാരക്ടറിനെ കൊണ്ട് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്, ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ പടം ഇത്രയും റീച്ചിലെത്തി, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ പടം ഇത്രയും റീച്ചിലെത്തിയ കാരണം അഖിൽമാരാർ എന്ന വ്യക്തി തന്നെയാണ്. അത് നമ്മൾ എപ്പോഴും തുറന്നു പറയേണ്ട കാര്യമാണ്. ഇപ്പോൾ ബിഗ് ബോസിലേക്ക് പോകാൻ വെച്ചാലും ബിഗ് ബോസ് വഴി പ്രൊമോഷൻ കിട്ടി. അഖിൽമാരാറിലൂടെ എനിക്ക് തോന്നുന്നു 1 കോടിയൊന്നും ഇല്ലെങ്കിൽ 1 കോടി എന്നൊക്കെ കാര്യം ഞാൻ ന്യൂസ് കണ്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രൊമോഷൻ ഈ പടത്തിന് അഖിൽമാരാർ വഴി കിട്ടി. ഫ്രീ ആയിട്ടാണ് അഖിൽമാരാർ പ്രൊമോഷൻ ചെയ്ത് കൊടുത്തതെന്നാണ് ഇതിൽ പറയുന്നത്. കാരണം 1 കോടി. ഞാൻ ചോദിക്കട്ടെ, ഫ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആർട്ടിസ്റ്റ്, ഇപ്പം ഞാൻ ഒരു ദുൽഖർ വന്ന് അല്ലെങ്കിൽ ദുൽഖറോ ആര് വന്ന് പടത്തിൽ അഭിനയിച്ചാലും ആ ആർട്ടിസ്റ്റിന്റെ ഉത്തരവാദിത്വമാണ് ആ ആർട്ടിസ്റ്റ് ആ പടം പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലേ? മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും അവർക്ക് അതിന് പൈസ കൊടുക്കുമല്ലോ. ഇല്ല, ഏത് ആർട്ടിസ്റ്റിനാണ് പ്രൊമോഷന് വേണ്ടി മാത്രമായിട്ട് വേറെ പരസ്യം? എഗ്രിമെന്റ് എഴുതുന്ന സമയത്ത് ഞാൻ പറഞ്ഞ മോഹൻലാലായ മമ്മൂട്ടി ആയാലും ആളുടെ റെമ്യൂണറൈസേഷൻ എത്രയാണോ അത് പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ട്, ഇപ്പൊ നമ്മൾ മോഹൻലാലോ മമ്മൂട്ടി ഏത് ആർട്ടിസ്റ്റിനെ എടുത്താലും, മോഹൻലാൽ ഇപ്പോൾ പടത്തിൽ അഭിനയിക്കുമ്പോൾ 4 കോടിയാണ് ബഡ്ജറ്റ് പറഞ്ഞെങ്കിൽ ആ 4 കോടി കൊടുക്കുക എന്നല്ലാതെ മോഹൻലാൽ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറെ പൈസ ഒന്നും ഒരു ആർട്ടിസ്റ്റിനും കൊടുക്കുന്നില്ല. മോഹൻലാൽ മാത്രമല്ല, ഏതൊരാൾക്കും.
അപ്പൊ അഖിലേട്ടൻ ഈ പടത്തിലൊരു 4 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു, 5 ലക്ഷമാണ് ആ എമൗണ്ട് ഫിക്സ് ചെയ്തു. ആ എമൗണ്ട് പുള്ളി പറഞ്ഞിട്ട് പുള്ളി ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഡബിങ്ങിന് മുമ്പ് തന്നെ പുള്ളിക്ക് പറഞ്ഞ പൈസ മൊത്തം ക്ലിയർ ചെയ്തിട്ടുണ്ട്. 4 ലക്ഷം 4 ലക്ഷം രൂപ, 4 5 അതിലെനിക്ക് കൺഫ്യൂഷൻ എത്രയാണെന്ന് ആ എമൗണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എത്രയായാലും പുള്ളി ആ പടം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പടം പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് പുള്ളിയുടെ ഒരു ഉത്തരവാദിത്തമാണ്. പുള്ളി കയ്യിൽ നിന്ന് കുറച്ച് അധികം എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെ എഫേർട്ട് എടുത്ത് ചെയ്യാനൊന്നുമില്ല. പുള്ളിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഞാൻ ചെയ്യുന്ന പടമാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, എനിക്ക് വലിയ ചെലവില്ലാത്ത രീതിയിൽ ഞാൻ ആ പടത്തിന് പ്രൊമോട്ട് ചെയ്യും. പക്ഷെ അഖിൽമാരാർ എന്നൊരു പേരല്ലേ ശരിക്കും യൂസ് ചെയ്തത്? അഖിൽമാരാർ അല്ല ശരിക്കും അതിൽ നായകൻ, അഭിഷേക് ശ്രീകുമാറാണ് നായകൻ. പക്ഷെ അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ട് അതിൽ ആ വ്യക്തമായിട്ട് FB പോസ്റ്റിൽ പറഞ്ഞത് എന്റെ പേര് വെച്ച് പ്രൊമോഷൻ ചെയ്യരുത്, ഞാൻ നായകനാണെന്ന് പറഞ്ഞിട്ട് ചെയ്യരുത്. അഖിൽമാരാർ നായകനായിട്ടുള്ള പോസ്റ്റർ അങ്ങനെ വെച്ചാൽ പുള്ളി തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഒരു സ്റ്റില്ല് പോലും ഷെയർ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഷെയർ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ലൊക്കേഷൻ പിക്ചറോ ഒന്നും ഷെയർ ചെയ്തു. പുള്ളിക്ക് എതിരൊന്നും ഇല്ല കേട്ടോ, പുള്ളിനെ എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. പക്ഷെ ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ അതിൽ എന്റെ ഭാഗത്തുനിന്ന് ശരിയെന്ന് തോന്നിയ കാര്യം ഞാൻ പറയാണ്. ഇപ്പം അഖിൽമാരാർ ഈ പടം കണ്ടതിന് ശേഷമാണ് പുള്ളി കോഴിക്കോട് വെച്ചിട്ട് ഈ ഷൂട്ടിംഗ് ഡബിങ് എല്ലാം കഴിച്ചിട്ട് പടം കണ്ടു. പുള്ളി അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് പടം ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് പുള്ളി പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ തന്നെ പുള്ളിനെ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ പടം എങ്ങനെയുണ്ട്? ചേട്ടാ കുഴപ്പമില്ലടാ, നല്ല പടമാണ്, അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം കയറാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പിന്നീട് റിലീസിന് ശേഷം ആളുകൾ മൊത്തം ഇതിനെതിരെ തിരിഞ്ഞ സമയത്ത് ഇതിൽ തിരിയാൻ വേറെ കാര്യമുണ്ട്. പടം അപാര സംഭവമൊന്നുമല്ല, നമുക്ക് സത്യസന്ധമായിട്ട് അറിയാം. അപാര സംഭവം വലിയ പടങ്ങളൊന്നും അല്ലെങ്കിലും ഒരു 1 കോടി 1.5 കോടി പോകണം പടത്തിന്റെ ടോട്ടൽ ബഡ്ജറ്റ്. 1.5 കോടി ബഡ്ജറ്റിൽ വരുന്ന പടങ്ങൾ വെച്ച് പരിഗണിക്കുന്ന സമയത്ത് ആ പടം കുഴപ്പമില്ല. ഇത്രയാണ്. നമ്മൾ 20 കോടി 25 കോടി പോട്ടെ 5 കോടിയുടെ 6 കോടിയുടെ ആർട്ടിസ്റ്റുകളുടെ പടമായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴും അങ്ങനെ കമ്പയർ ചെയ്യാൻ നമുക്ക് ഒരിക്കലും ഈ പടത്തിന് പറ്റില്ല. പക്ഷേ 1.5 കോടിയുള്ള മറ്റു പടങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പടം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നു. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഒരു ആസ്വാദകൻ അല്ലെ പടം കാണാൻ വരുന്ന ഓഡിയൻസോ ഈ പടം 5 കോടിയാണോ 10 കോടിയാണോ 20 കോടിയാണോ അല്ലെ 50 ലക്ഷത്തിനാണോ ചെയ്തെന്ന് അവർ നോക്കില്ല. പക്ഷെ ബജറ്റ് കുറവാണ്. നമുക്ക് അതിന്റെ വിഷ്വലി നോക്കുമ്പോഴും അതിന്റെ എഡിറ്റിങ്ങും ക്യാമറ ക്ലാരിറ്റി ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു എന്താ പറയുക ബജറ്റ് കുറവുള്ള ഒരു മൂവിയാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതാണ്. അപ്പം പുള്ളീനെ ഞാൻ കോഴിക്കോട് വെച്ചിട്ട് പുള്ളി പടം കണ്ടു, പുള്ളി പടം ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് പുള്ളി പടം പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് പുള്ളി പടം കുഴപ്പമില്ല എന്ന് തോന്നിയതിനു ശേഷമാണ് പുള്ളി ബിഗ് ബോസിലേക്ക് പോകുന്നത്. ബിഗ് ബോസിൽ പോകാൻ ഇവർ 3 പോയപ്പോഴും പുള്ളി പടം ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ഈ FB പോസ്റ്റിൽ പറഞ്ഞത് പടം എനിക്ക് ആദ്യം മുതലേ ഇഷ്ടപ്പെട്ടിരുന്നില്ല, പിന്നെ അവർക്ക് ആദ്യം ആയാലും ഇപ്പോഴായാലും പടത്തെ കുറിച്ച് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് കൂടെ നിന്നത് എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ പുള്ളി ബിഗ് ബോസിലൊക്കെ പോയി ഈ പടം പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ്? പിന്നെ ഞാൻ ഈ ബിഗ് ബോസിൽ പുള്ളി പോകാനുള്ള ഇവരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് പോലും പ്രൊഡക്ഷനാണ് ഇവിടുന്ന് എടുത്തു കൊടുത്തത്. അത് തന്നെ കുറെ തവണ ഇട്ടെന്ന് ചോദിച്ച് പുറകെ നടന്നിട്ട്. ആര് പുറകെ നടന്നു? A to Z കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ പ്രൊഡ്യൂസറുടെ പിന്നാലെ നടന്നിട്ട് പ്രൊഡ്യൂസർ ഇട്ട് കൊടുത്തതാണ് പറഞ്ഞത്. അപ്പൊ ആ എഫേർട്ട് എടുത്തിരിക്കുന്ന ആരാണ്? അഖിൽമാരാണ്. അപ്പൊ ബിഗ് ബോസിൽ പോയിട്ട് ഈ പടം പ്രൊമോട്ട് ചെയ്യാൻ ചെയ്തിരിക്കുന്ന അഖിൽമാരാണ്. അപ്പം അഖിൽമാരാര് ഈ പടം ഒന്നുമില്ല എന്ന് പറയെങ്കിൽ, ഈ പടം നായകനല്ല എന്ന് പറയെങ്കിൽ, പിന്നെ പുള്ളി പടം പ്രൊമോട്ട് ചെയ്തില്ല എന്ന് പറയുന്ന ആവശ്യമില്ലല്ലോ. പുള്ളി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി പ്രൊമോട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡ്യൂസർ ഒരു കടക്കണിയിലായ ഒരു പ്രൊഡ്യൂസറെ രക്ഷപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം രക്ഷപ്പെടണം, അദ്ദേഹത്തിനെങ്കിലും പൈസ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പടത്തിന് പിന്നാലെ പ്രൊമോട്ട് ചെയ്തതെന്നാ പറയുന്നത്. കാരണം ബിഗ് ബോസിൽ എല്ലാവരും പൈസ, അഖിൽമാരാർ ഒരു വിന്നറാണ്, ശരിക്കും നല്ല പൈസ കിട്ടും ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ. പക്ഷെ ഇതിന് പൈസ ഒന്നും കിട്ടിയില്ല എന്ന് വെച്ചാൽ അവിടെ പടം പ്രൊമോട്ട് ചെയ്യാൻ പോയത് കൊണ്ട്. ഗസ്റ്റായി പോയിരുന്നെങ്കിൽ ലക്ഷങ്ങൾ കിട്ടിയേനെ. അങ്ങനെ വെച്ചാൽ ഇപ്പോഴും പോലെ ഞാൻ ചോദിക്കട്ടെ, പുള്ളി പടം ഈ കമ്മിറ്റ് ചെയ്തത് പുള്ളി 4 ലക്ഷം പുള്ളി സംസാരിച്ച് ഓക്കെ പറഞ്ഞിട്ടല്ലേ എടുത്തിരിക്കുന്നത്. അല്ലാതെ ഇത് 40 ലക്ഷത്തിന്റെ പടമാണ് ഞാൻ 4 ലക്ഷത്തിന് ചെയ്യാന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വേറൊരാളുടെ വേറെ ബാഹ്യ താല്പര്യങ്ങൾ കൊണ്ടൊന്നുമല്ല. പുള്ളി ഓക്കെ പറഞ്ഞിട്ട് ആള് സ്വയം എടുത്ത തീരുമാനമാണ് പടം ചെയ്യാന്നുള്ളത്. ഞാനിപ്പോ പറഞ്ഞ സ്വയം എടുത്ത തീരുമാനത്തിൽ ഇപ്പം പ്രൊഡ്യൂസറും ഡയറക്ടറുമായിട്ട് അടുപ്പമുണ്ടോ? ഒരു കാര്യം ചോദിച്ചോട്ടെ. അന്നേരം പറഞ്ഞത് ദുരിതാശ്വാസ നിധിയിൽ വീട് കിട്ടാതെ പോയ വയനാട്ടില് വീട് വെച്ച് കൊടുക്കാനായിട്ടാണ് ഈ സിനിമക്ക് കമ്മിറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അത് സംസാരിച്ചായിരുന്നോ മറ്റേ പ്രൊഡ്യൂസറും ഡയറക്ടറുമായിട്ട്? അതില് ഞാൻ സംസാരിച്ചായിരുന്നു. ഞാൻ ഇന്നലെയും പ്രൊഡ്യൂസറും ഡയറക്ടറായിട്ട് വിളിച്ചു ചോദിച്ചു, അവർക്ക് ഈ ദുരിതാശ്വാസ നിധിനെ കുറിച്ചോ വയനാട്ടിലെ സംഭവം അതിന് പൈസ കൊടുക്കുന്നതിനെ കുറിച്ചോ അവരെന്നോട് പറഞ്ഞറിവ് വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവമായിട്ട് അവർക്കൊരു ബന്ധമില്ല, അവർക്ക് അറിയില്ല. അവരോട് പുള്ളി കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി പറഞ്ഞ ഈ പുള്ളി വയനാട് ചെയ്യുന്ന ന്യൂസ് അന്ന് ഫേമസ് ആയിരുന്നല്ലോ, പുള്ളി വീട് വെച്ച് കൊടുക്കാൻ. പക്ഷെ അത് ഈ പൈസ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ എവിടെയും പറഞ്ഞിരുന്നില്ല. ഞാൻ ഇന്നലെയും ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും വിളിച്ചു നോക്കിയപ്പോൾ അവരെന്നുള്ള കിട്ടിയ അറിവാണ് ഈ പടം അങ്ങനെ ഒരു സംഭവം സംസാരിച്ചില്ല. ഞങ്ങളും അറിയില്ല, ഞാനും അറിഞ്ഞിട്ടില്ല ആ പടം പുള്ളി വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടം ചെയ്തത്. ഈ പൈസ കൊണ്ട് ഒരു വീടെങ്കിലും വെച്ച് കൊടുക്കാന്ന് പ്രൊഡ്യൂസർ പറഞ്ഞിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
പുള്ളി നിങ്ങൾ തന്നെ പറയുന്നു ഒരു ഇനാഗുറേഷൻ ചെയ്ത 4 ലക്ഷം കിട്ടുന്ന ആളാണ്. അതാണ് 20 ദിവസം ഒരു ദിവസം കൊണ്ട് നേടേണ്ട ഒരു 4 ലക്ഷമാണ് ശരിക്കും പറഞ്ഞ 20 ദിവസം ഷൂട്ട് ചെയ്തിട്ട് കിട്ടിയതെന്നാ പിന്നെയും ദിവസങ്ങളുണ്ടല്ലോ, ഈ ആ ഒരു മാസം മാത്രമല്ലോ. അങ്ങനെ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും അതുപോലെ 4 ഇനാഗുറേഷൻ ചെയ്തിട്ട് പുള്ളിക്ക് വീട് വെച്ച് കൊടുത്താൽ പോരെ. പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ആ റെമ്യൂണറേഷൻ കൊണ്ട് വീട് വെച്ച് നൽകാം, അല്ലെങ്കിൽ അവർ ഈ പ്രൊമോഷൻ എനിക്ക് പൈസ വേണ്ട വീട് വെച്ച് കൊടുത്താൽ മതി എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. പക്ഷെ ഈ പ്രൊഡ്യൂസർ 1.5 കോടിയാണല്ലോ ഈ പടത്തിനായത്. അപ്പൊ പ്രൊഡ്യൂസർ ഭയങ്കര കടക്കണിയിലായപ്പോ അതുകൊണ്ട് അത് പിന്നെ ചോദിച്ചില്ല എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. പ്രൊഡ്യൂസർ പ്രസീജ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പാണ്, 2-3 പേരുടെ ഗ്രൂപ്പാണ്. അവർ വെൽ സെറ്റിൽഡ് ആണ്. ഓക്കെ, അവർ അത്രയും കടക്കണുള്ള ആൾക്കാരൊന്നുമല്ല. അല്ല, അവര് മറ്റേ പലിശക്ക് പണം എടുത്തിട്ട് പലിശക്ക് പൈസ എടുത്തിട്ടാണല്ലോ സിനിമ നിർമ്മിച്ചത്. ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള ആളാണ് പ്രസീജ് എന്ന് പറയുന്നത്. നല്ല ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള, സ്ട്രോങ് ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള ആളാണ്. കാരണം കറന്റ് പൈസ എടുക്കാനില്ലെങ്കിലും നല്ലൊരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉള്ള ഒരാളാണ് പ്രസീജ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പേഴ്സണലി അറിയാം, ഒരുപാട് വലിയ പ്രൊഡ്യൂസേഴ്സ് വരെ പൈസ എടുക്കുന്നുള്ള പറയുന്നുണ്ടല്ലോ. ഇവരുടെ കയ്യിൽ പൈസ ഇല്ലായിട്ടാണോ? ആ കറന്റ് സമയത്ത് പൈസ റോൾ ചെയ്യാനില്ലെങ്കിൽ, ക്യാഷ് റോൾ ചെയ്യാനില്ലെങ്കിൽ ഇവര് ക്യാഷ് പലിശയ്ക്കും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കും. ഇത് കോമൺ ആയിട്ടുള്ള സംഭവമാണ്. ഇതുപോലെ തന്നെ പ്രസീജ് ചേട്ടന് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ക്യാഷ് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഇവരെടുക്കും. പക്ഷേ ഇവരൊരിക്കലും വയനാട്ടിൽ ഇതിന്റെ പേരിൽ ഈ 4 ലക്ഷം കൂടാതെ ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് ഓഫർ ചെയ്തിട്ടില്ല. ഡയറക്ടറോ പ്രൊഡ്യൂസറോ അങ്ങനെ ഒരു ഓഫർ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു ഓഫർ ചെയ്തു എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതിൽ ആദ്യം തന്നെ അഖിൽ മാരാർ പറഞ്ഞിരിക്കുന്നത് സ്നേഹിക്കുന്നവരും വിമർശിക്കുന്നവരും ഒരുപോലെ ചോദ്യമാണ്, എന്തിനാണ് ഈ മുള്ളംകൊല്ലിയിൽ പോയി തല വെച്ചത് എന്നാണ്. ആദ്യം തന്നെ അങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. 2 ദിവസമായി സിനിമയുടെ സംവിധായകനെയും നിർമ്മാതാവിനെയും ഞാൻ മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു. എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നതെന്ന് നിങ്ങൾ പറയണം. പക്ഷെ അവരത് പറയുന്നില്ല. അപ്പൊ അടുത്ത് നമുക്ക് വായിക്കാതെ എന്തുകൊണ്ടാണ് അത് പറയാത്തതെന്നാണ് അഖിൽ മാരാർ ആദ്യം തന്നെ ചോദിക്കുന്നത്. അത് അവർക്കേ അറിയുള്ളൂ, പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നുണ്ടോ എന്നുള്ളത്. സാധാരണ ഒരുവന് സിനിമയിൽ അഭിനയിച്ച ശേഷം ആ സിനിമ സൂപ്പർ ഹിറ്റായി ലഭിക്കുന്ന പേരും പ്രശസ്തിയും പണവും എല്ലാം സിനിമ ചെയ്യാതെ ലഭിച്ച എനിക്ക് ബിഗ് ബോസിന് ശേഷം ജോജുവിന്റെ പണി ഫിലിം ഉൾപ്പെടെ നിരവധി സിനിമകളിൽ അവസരം ലഭിച്ചിട്ടും അതൊക്കെ വേണ്ടെന്ന് വെച്ച് ഈ സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചത് വ്യക്തമായിട്ടുള്ള ഒരു കാരണം കൊണ്ടാണ്. കഴിഞ്ഞ വർഷം ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചപ്പോൾ അർഹതപ്പെട്ടവർക്ക് സർക്കാർ വീട് നൽകാത്ത പക്ഷം ഞാൻ വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞു. അതിനുള്ളൊരു മാർഗമായിരുന്നു ഈ സിനിമ. സംവിധായകൻ വിളിച്ചപ്പോൾ ഞാൻ ഒഴിഞ്ഞുമാറി ഈ ചിത്രത്തിൽ. പിന്നീട് പ്രൊമോഷന് പകരം വയനാട്ടിൽ ഒരു വീട് വെച്ച് നൽകാമെന്ന ഉറപ്പിലും ഇതിന്റെ BGM ഫോർ മ്യൂസിക് ഒപ്പം പോലത്തെ നല്ല ടീമിനെ വെച്ച് ചെയ്യാം, നല്ല ടെക്നീഷ്യന്മാരാണ് പിന്നണിയിലുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്, അങ്ങനെ പറഞ്ഞു പറ്റിച്ചിട്ടാണ്, വെറും പേരുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് സിനിമയിൽ ജോയിൻ ചെയ്തത്. അതിൽ ഇപ്പം പറഞ്ഞല്ലോ, വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രൊമോഷന് പൈസ വേണ്ട, അതിനു പകരം ദുരിതാശ്വാസ നിധിയിൽ ഒരു വീട് വെച്ച് കൊടുക്കുക, വയനാടുകാർക്ക് ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന ആ ഒരു ഉപാധിയിലാണ് ഈ സിനിമയിൽ വന്നത് എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ച് അവര് സംസാരിച്ചിട്ടില്ലേ? ഞാൻ പറയട്ടെ, ഇന്നലെ ഈ സംഭവം, ഈ പോസ്റ്റിന്റെ പ്രശ്നം ഉണ്ടാവുന്നവരെ വയനാടുകാർക്ക് വീട് വെച്ച് കൊടുക്കാന്നുള്ള ഒരു സംഭവം മുള്ളംകൊല്ലി എന്ന് പറഞ്ഞ പടമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഞാൻ ഇത് പ്രൊഡ്യൂസറെയും ഡയറക്ടറെയും വിളിച്ച് അന്വേഷിച്ചു, അവരോട് ചോദിച്ചു എന്താണ് സംഭവിച്ചപ്പോൾ അവർക്കും ഇങ്ങനൊരു സംഭവം അറിയില്ല. ഇതാണ് അവരെന്നോട് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വയനാട് വീട് വെച്ച് കൊടുക്കുന്ന കാര്യവും മുള്ളംകൊല്ലി മൂവിയും തമ്മിൽ ഒരു ബന്ധമില്ല. അഖിലേട്ടൻ ഒരുപക്ഷെ അഖിൽ മാരാർ അങ്ങനൊരു വീട് വെച്ച് കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് മുള്ളംകൊല്ലി മൂവിയുടെ ക്രൂ ആയിട്ട് ബന്ധപ്പെട്ടില്ല. പുള്ളിയുടെ ആഗ്രഹം ഉണ്ടാവും, അവരോട് സംഭവം ചോദിച്ചു. അഖിൽ മാരാർ എപ്പോഴും വ്യക്തമായിട്ട് പ്രൂഫ് ഉൾപ്പെടെയാണ്, ഇതിനെല്ലാം പ്രൂഫ് ഉണ്ടെന്നാണ് പറയുന്നത്. ലാസ്റ്റ് NB നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ആയിരിക്കാം. പക്ഷെ ഞാൻ ഇന്നലെയും ഈ സംഭവം അറിഞ്ഞതിന് ശേഷം നിങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രൊഡ്യൂസറായിട്ടുള്ള പ്രസീജ് ചേട്ടനെയും ഡയറക്ടറായിട്ട് ബാബു ജോൺ സാറിനെയും വിളിച്ച സമയത്ത് അവർ പറഞ്ഞത് അവർക്ക് ഈ പടമായിട്ടുള്ളതാണ്. മാത്രമല്ല, അങ്ങനെ ഒരു കാര്യം സെറ്റിൽ ഞാൻ അഭിഷേകായാലും നവാസ് വിളിക്കുന്നതായാലും അല്ലെങ്കിൽ ലക്ഷ്മി ആയാലും ഇതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവിടെ അല്ലെങ്കിൽ ആൾക്കാരുണ്ടായിരുന്നു. ഇവരാരും ഇതിനെപ്പറ്റി അറിയില്ല. ഞാൻ ഇവരെ വിളിച്ചപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതാണ് ചോദിക്കുന്നത്. ഷൂട്ടിംഗ് തുടങ്ങി 4-ാമത്തെ 5-ാമത്തെ ദിവസം ഞാൻ അഖിൽ മാരാർ അവിടെ എത്തിയിട്ടുണ്ട്, സെറ്റിലെത്തിയിട്ടുണ്ട്. പടം തുടങ്ങി ഓൾറെഡി നല്ലൊരു ഫണ്ട് ബാക്കപ്പ് ആയിട്ടാണ് തുടങ്ങിയത്. അവർ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ പടം തുടങ്ങിയിട്ട് എങ്ങനെയാണ് കടക്കണിയിലാവുന്നത്? പടം തുടങ്ങി 5-ാമത്തെ ദിവസം ഒരാൾ കടക്കണിയിലാവും. അല്ല, പടം പൂർത്തിയാക്കാൻ കഷ്ടപ്പെടുന്ന പ്രൊഡ്യൂസറെയാണ് പിന്നെ കണ്ടത്. അഖിൽ മാരാർ ഫസ്റ്റ് കമ്മിറ്റ് ചെയ്തല്ലേ, 4-ാമത്തെ 5-ാമത്തെ ദിവസം കമ്മിറ്റ് ചെയ്തിരിക്കുന്നതല്ലേ. പടം പൂർത്തിയാവാൻ കഷ്ടപ്പെടുന്ന പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അത് ലാസ്റ്റ് മൊമെന്റിലേക്ക് വരുന്ന കാര്യമാണ്. പടം തുടങ്ങി 5-ാമത്തെ ദിവസം പടം പൂർത്തിയാവാൻ കഷ്ടപ്പെടുന്ന ഒരു പ്രൊഡ്യൂസറുടെ സിനിമയിലേക്ക് എന്തിനാണ് 4 ലക്ഷം രൂപയ്ക്ക് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്? അങ്ങനെയുള്ള പടം പൂർത്തിയാവാൻ കമ്മിറ്റ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന ഒരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ആൾക്ക് വയനാട് വീട് വെച്ച് കൊടുക്കാൻ പറ്റും. അഖിൽ മാരാർ പറയുന്നത് എന്തുകൊണ്ട് ഈ സിനിമയിൽ ഞാൻ കമ്മിറ്റ് ചെയ്തു, ഈ FB-യിൽ പോസ്റ്റിലിട്ട കാര്യം അവർ തന്നെ വന്ന് പറയണം എന്നാണ് അഖിൽ മാരാറുടെ ആവശ്യം. പക്ഷെ അവരത് തുറന്നു പറയുന്നില്ല. അവർ കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടല്ലോ. കോക്കിനെതിരെ. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ
ബേസിക്കലി വേറൊരു കാര്യം വെച്ചാൽ അഖിലേട്ടനും ഈ സ്റ്റാർട്ടിങ്ങിൽ ഈ പടത്തിന് വേണ്ടി നല്ല സപ്പോർട്ടും പ്രൊമോഷൻ കാര്യങ്ങളുമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു റിവ്യൂസ് ബാഡ് ആവാൻ തുടങ്ങിയതിന് ശേഷമാണ് പുള്ളിയും ബാക്ക് ഓഫ് ആയിരിക്കുന്നത്. പുള്ളിയും ഫസ്റ്റ് കോൺഫിഡൻ്റ് ആയിരുന്നു ഈ പടത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ വരുമെന്ന് വിചാരിച്ചത്. കാരണം പുള്ളി ഓൾറെഡി കണ്ട പടമാണ്. എന്നെ നായകനാക്കി മാർക്കറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം മുതൽ ഈ പടം ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ഒരു ചിത്രം ഞാൻ സ്റ്റോറിയോ സ്റ്റാറ്റസോ പോലും ഇട്ടില്ല. കാരണം ഇത് ചെയ്യാൻ അവഗണിച്ച സിനിമ, പലരും സ്റ്റാറ്റസോ പോലും വെക്കാതെ ഞാൻ അവഗണിച്ച സിനിമയാണിത്. പക്ഷേ ഇത് പ്രൊഡ്യൂസറെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്തത്. ഒരു പരിചയമില്ലാത്ത പ്രൊഡ്യൂസർ പുള്ളി എന്തിനാ സഹായിക്കും? OTT-യിൽ മുൻകൂട്ടി വിറ്റ് നൽകാമെന്ന ഉറപ്പിൽ കൂടെ നിന്ന തരികിടകളെ തിരിച്ചറിയാത്ത ശുദ്ധനായ ഒരു നല്ല മനുഷ്യനായിരുന്നു പ്രൊഡ്യൂസർ എന്നാ പറഞ്ഞത്. ശരി, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. ആ പ്രൊഡ്യൂസർ ഒരു പാവമായിരുന്നു എന്നാ പറയുന്നത്. പ്രൊഡ്യൂസർ പ്രസീജേട്ടനായാലും അഖിലേട്ടനായാലും ബാബു ജോൺ, ഇവർ 3 പേര് എനിക്ക് വേണ്ട ആൾക്കാരാണ്. ഞാൻ ഒരിക്കലും ഒരാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല. പക്ഷേ എൻ്റെ അറിവിൽ അവിടെ നടന്ന കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഇതിൽ വേറൊരു കാര്യം പറയാം. ഇതിൽ നമ്മൾ അഖിലേട്ടൻ ഈ പടം തുടങ്ങിയ സമയത്ത് ഈ പടത്തിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇവർ ഭയങ്കര പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൂടെ നിന്നു. ഇത് സത്യമാണ്. പക്ഷേ പടം തുടങ്ങി നെഗറ്റീവ് ഫീഡ്ബാക്ക് വരാൻ തുടങ്ങിയതിന് ശേഷം പുള്ളി ആളാകെ ഡൗൺ ആവുമായിരുന്നു. പുള്ളി ഭയങ്കര കോൺഫിഡൻ്റ് ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ പടം തുടങ്ങിയതിന് ശേഷം പുള്ളി മാറി. സ്വാഭാവികമായിട്ടും ഏതൊരു ആർട്ടിസ്റ്റിന് ചെയ്യുന്നത് അതൊരു തെറ്റായ കാര്യമല്ല. ഇപ്പം ഞാനാണെച്ചാലും എൻ്റെ ഒരു പുതിയ പടം വരുന്ന സമയത്ത് ഞാൻ അതിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. പക്ഷേ പടം തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ സമയത്ത് ആ പടത്തിന് നല്ല നെഗറ്റീവ് റിവ്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി ഡൗൺ ആവും. എന്ന് കരുതി ഈ കുറ്റം ഞാൻ ഒരിക്കലും എൻ്റെ ഡയറക്ഷൻ ശരിയല്ലാത്തത് കൊണ്ടാണ്, പ്രൊഡ്യൂസർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ശരിയില്ലാത്തതുകൊണ്ടാണ്, ഫണ്ട് ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറയില്ല. അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അതിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത പടങ്ങൾ വരുമ്പം അത് കണ്ടറിഞ്ഞ് പെരുമാറുക. അതാണ്. അല്ലാതെ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യില്ല, ആ പ്രൊഡ്യൂസേഴ്സ് ടീമിനെയോ ഡയറക്ടർ ടീമിനെയോ അല്ലെങ്കിൽ അത് ശരിയല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ, കാരണം അവർക്ക് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് അറിയോ? ഇനി അഥവാ ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോമിൽ ഇത് എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ട് വരും. കാരണം നായകൻ പോലും പടത്തിൽ നായകനായിട്ട് വന്നാലേ ലീഡ് റോൾ ചെയ്തിരിക്കുന്ന ആർട്ടിസ്റ്റ് തന്നെ ഈ പടത്തിന് മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആ പടത്തിന്റെ സെല്ലിങ്ങിന്, ആ പടത്തിന്റെ സെയിലിന് ഇത് ബാധിക്കും. ശരിയല്ലേ? നാളെ വേറെ കൺട്രീസിൽ, മറ്റ് കൺട്രീസിൽ പോകുമ്പോൾ അതർ ലാംഗ്വേജ് റൈറ്റ്, ഒരു പടത്തിന് എന്തൊക്കെ വരുമാനങ്ങളുണ്ട്. ഈ പടത്തിന് അതർ ലാംഗ്വേജ് റൈറ്റ് വരുന്നുണ്ട്, GCC കൺട്രീസിൽ റിലീസ് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് OTT പ്ലാറ്റ്ഫോം, ഇനി അത് കഴിഞ്ഞ് സാറ്റലൈറ്റ്, ഒരുപാട് ബിസിനസ് ഉള്ള ഒരു പടമാണ്. ഒരു പടത്തിന്റെ ബിസിനസ് വരുമാനം പാട്ട് പോലെ അഖിൽമാരാണ് വിറ്റു കൊടുത്തതെന്നാണ് പറഞ്ഞത്. കാരണം A-Z അഖിൽമാരാണ് ഇതിന്റെ പ്രൊമോഷന് വേണ്ടി മുന്നിട്ടിറങ്ങിയതും എല്ലാം എന്താ പറയാ, ആ സിനിമക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് തന്നെ അദ്ദേഹം ഒരുപാട് ഇതിനെ സഹായിച്ചിട്ടുണ്ട്. അഖിൽമാരാർ എന്ന പേരുള്ളത് കൊണ്ടാണല്ലോ മിഡ്നൈറ്റിൻ മുള്ളൻകൊല്ലി ഇത്ര ബ്രാൻഡ് ആയത്. എഫേർട്ട് അഖിൽമാരാർ മാത്രമല്ല, സെറീനൊക്കെ എത്ര തവണ ദുബായിൽ നിന്ന് ഇവിടെ വന്ന് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. ഇല്ല എന്ന് പറയുന്നത് കൂടുതൽ റീച്ച് എത്തിയിരിക്കുന്നത് അഖിൽമാരാർ ചെയ്ത പ്രൊമോഷൻസ് ആണ്. അങ്ങനെയാണ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ. സെറീന ദുബായിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒരുപാട് തവണ കഷ്ടപ്പെട്ട് പ്രൊമോഷന് വേണ്ടി നിന്നിട്ടുണ്ട്. അഭിഷേക് ആണെങ്കിലും അഭിഷേകിന്റെ കോൺടാക്ട്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് പ്രൊമോഷൻസ്, ഒരുപാട് ഓൺലൈൻ ചാനൽസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സിനിമയ്ക്ക് അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തിനെ കൊണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമ ഒരുപാട് പേര് ബാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഈ സിനിമ, നിങ്ങൾ ഓൺലൈൻ ചാനൽസ് ഒരുപാട് പേര് അഖിലേട്ടനെ ബാൻ ചെയ്ത് ഓർമ്മയുണ്ടായിരുന്നു. നമ്മൾ എടുത്തിരുന്നു പല, അത് ഓൺലൈൻകാർക്കെതിരെ പറഞ്ഞൊരു പ്രസ്താവനക്കെതിരെ ആരും പ്രസ് മീറ്റ് ഒന്നും ഷൂട്ട് ചെയ്തിരുന്നില്ല. നമ്മുടെ പ്രസ് മീറ്റ് ഷൂട്ട് ചെയ്തിരുന്നില്ല. സത്യമല്ലേ? ഇത് പുള്ളിനോടുള്ള പുള്ളി നമുക്ക് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. പക്ഷെ അതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരം ഉണ്ടായിരുന്നോ? അതിനെക്കുറിച്ച് സംസാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ആ സമയത്ത് നമ്മുടെ പ്രൊഡക്ഷൻ ടീമൊക്കെ പുള്ളിയുടെ കൂടെ നിൽക്കുകയും ചെയ്തു. വരുന്നവരും മതി, അത് കുഴപ്പമില്ല. കാരണം ആളുടെ ആശയം വ്യക്തമാക്കി, അതിന്റെ പേരിൽ ആളുടേതായ ആശയം വ്യക്തമാക്കി, അതിന്റെ പേരിൽ ഓൺലൈൻ മീഡിയാസിനെതിരായിരുന്നു. ഓൺലൈൻ മീഡിയയിൽ വരുന്ന കമന്റിനെതിരെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് തിരുത്തിയായിരുന്നു ഈ സെറീനയൊക്കെ. തിരുത്തിയിട്ട് ഓൺലൈൻ മീഡിയക്കെതിരെയായിരുന്നു പറഞ്ഞത്. പുള്ളി ഓൺലൈൻ മീഡിയ പാപ്പരാസികൾ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചല്ലേ, എനിക്ക് അത് കേട്ടിട്ടുണ്ട്. അതെ, ഓൺലൈൻ മീഡിയാസിന്റെ ആ ഒരു അതിനെതിരെ ഓൺലൈൻ ബാൻ വന്നു. ഓൺലൈൻ ബാനല്ല വന്നിരിക്കുന്നത്. ഇത് കഷ്ടകാലം, ഈ ഇടിവെട്ടിവനെ പാമ്പ് പിടിക്കാന്ന് പറയില്ലേ, ഇതെല്ലാം അവസാനം വരുന്നത് പ്രൊഡ്യൂസറുടെ തലയിലേക്കാണ്. അതിനുശേഷം വേറൊരു പ്രശ്നം ഉണ്ടായി, ലക്ഷ്മിയുടെ ഇഷ്യൂ ഉണ്ടായി, ലക്ഷ്മിയുടെ ബിഗ് ബോസിൽ ഇഷ്യൂ ഉണ്ടായി. അതിന് നിങ്ങൾ നോക്കിയാൽ മതി, ആ കമന്റ് ബോക്സിലുള്ള കാര്യങ്ങൾ എന്താ അറിയോ? ഞാനൊരു ലക്ഷ്മിയോട് എനിക്ക് പേഴ്സണലി വിരോധമൊന്നുമില്ല, ലക്ഷ്മിയുടെ ആശയങ്ങൾ വ്യത്യസ്തമാണ്, ഓക്കെ വാട്ട് എവർ. ബട്ട് ഈ കമന്റിന്റെ താഴെ ഉണ്ടായിരുന്നാണ് ഈ ലക്ഷ്മി അഭിനയിച്ച പടം ഞങ്ങൾ കാണില്ല, ഈ വിഷ അഭിനയിച്ച പടങ്ങളെ ഞങ്ങൾ കാണില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ്. ഇതും പടത്തിനെയായിരുന്നു ബാധിച്ചത്. പടം ഫസ്റ്റ് കയറുന്ന ആൾക്കാരെ, ഇപ്പം കയറണോ വേണ്ടയോ എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാരെ പോലും പിന്നോട്ടടിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ പ്രശ്നങ്ങൾ അതിലേക്ക് ലീഡ് ചെയ്തു വന്നു. പ്ലസ് അഖിലേട്ടൻ്റെ അതിന്റെ കൂടെ നിൽക്കുന്ന ഈ പടത്തിന് മുമ്പ് അഖിൽമാരാർക്കെതിരെയുള്ള ഹേറ്റും എനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. സത്യമാണ്. അതെ, പുള്ളിക്ക് പാർട്ടിയുടെ പേരിൽ മുഖ്യമന്ത്രിനെ പിണറായി വിജയൻ സാറിനെ അങ്ങനെ വിളിച്ചതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഹേറ്റേഴ്സ് ഒരു വിഭാഗമുണ്ട്. ഇത് കണ്ണൂരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത്
പാർട്ടിക്കാർ ഈ പടത്തിന് കയറില്ല എന്ന് ഓൾറെഡി തീരുമാനിച്ചു. അഖിലിന്റെ പടമാണോ, ഞങ്ങൾ കയറില്ല എന്ന് വിചാരിച്ചു. പുള്ളീനെ കൊണ്ട് പടത്തിന് മാർക്കറ്റിംഗിൽ ഒരുപാട് ഗുണങ്ങളുണ്ടായിരുന്നു. പക്ഷെ പടത്തിന് ആള് കയറുന്ന സമയത്ത് അത് നെഗറ്റീവിലാണ് എഫക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാധാരണ കയറുന്ന ആൾക്കാർ പോലും ഈ പ്രശ്നത്തിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റ് കയറിയിട്ടില്ല. പിന്നെ കോൺഗ്രസ് മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ അവരുടെ സപ്പോർട്ട് പോയി. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോരാത്തതിന് ഓൺലൈൻ മീഡിയാസിന്റെ സൈഡിൽ നിന്നുള്ള പ്രൊമോഷൻസ് ഉണ്ടായില്ല. ഈവൻ നമുക്കറിയാം കൊച്ചിയിൽ ഫസ്റ്റ് ഡേ റിലീസിന്റെ സമയത്ത് അഖിലേട്ടൻ തിരുവനന്തപുരത്തായതുകൊണ്ടാണ് നിങ്ങൾ പല ഓൺലൈൻ മീഡിയാസും കൊച്ചിയിൽ വന്നിട്ട് നമുക്ക് നിങ്ങളുടെ പ്രൊമോഷൻസും കാര്യങ്ങളും ചെയ്തു തന്നിരിക്കുന്നത്. പല ചാനൽസും പറഞ്ഞു ഞങ്ങൾ ചെയ്യില്ല എന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പം ഇതിനർത്ഥം പുള്ളി മോശമാണ്, പുള്ളി തെറ്റുകാരനാണെന്നല്ല. പക്ഷെ സാഹചര്യത്തിൽ മേ ബി സിറ്റുവേഷൻസ് കൊണ്ടോ കോണ്ടാക്ട്സ് കൊണ്ടോ പുള്ളി കാരണവും ഈ പടത്തിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. പുള്ളി ലാസ്റ്റ് പറഞ്ഞ ഒരു പ്രതികരണം നടത്തിയായിരുന്നു തിരുവനന്തപുരത്ത്. ലാസ്റ്റത്തെ 20 മിനിറ്റ് കൊള്ളാന്നാണ് പുള്ളി തുറന്നടിച്ച് പറഞ്ഞത്. 20 മിനിറ്റ് കൊള്ളാന്ന് പറഞ്ഞു. അതെ, അത് പുള്ളി എന്തുകൊണ്ട് ഒരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല? പറഞ്ഞിരുന്നോ അങ്ങനെ പറഞ്ഞ ആള് ഇപ്പൊ എന്താണ് പറയുന്നത്? ഈ പടം കൊള്ളില്ല, അല്ലെങ്കിൽ പടം ശരിയല്ല, ഈ പടം കൊള്ളില്ല എന്ന് പറയുന്നത് കാരണം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നു ഇതിൽ നമ്മുടെ ഈ ഒരു പോസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ പ്രൊഡ്യൂസറും ഡയറക്ടറും പുള്ളിയും തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. പ്രൊഡ്യൂസറും ഡയറക്ടറും പുള്ളിയും തമ്മിൽ പ്രത്യക്ഷത്തിൽ ഒരു ഇഷ്യൂ അവിടെ ഇഷ്യൂസ് ഒന്നും നടക്കുന്നില്ല. ഇപ്പൊ ഇഷ്യൂ ഇല്ലേ അവര് തമ്മിൽ? ഇഷ്യൂസ് ഈ പ്രശ്നങ്ങൾ പുള്ളിയുടെ ഈ പോസ്റ്റ് കൊണ്ടും പുള്ളി പടത്തിനെ പ്രൊമോട്ട് ചെയ്യാത്തതിന് പടം റിലീസായതിനു ശേഷമുള്ള കാര്യം പറയാം. ഈ പടം റിലീസാവുന്നതിന് മുമ്പ് വരെ അഖിലേട്ടൻ്റെ സൈഡിൽ നല്ല സഹകരണം ഉണ്ടായിരുന്നു. ഈ പടം റിലീസാവുന്നതിന് മുമ്പത്തെ ദിവസം വരെ, അതായത് ആ 11-ാം തീയതി വരെ വലിയ രീതിയിൽ പുള്ളിയുടെ സൈഡിൽ ഉണ്ടായിരുന്നു. പക്ഷെ റിലീസായി പുള്ളി ഓൾറെഡി കണ്ട പടമാണ്, പുള്ളി അതുണ്ടായിരുന്നു. പക്ഷെ റിലീസായി മറ്റുള്ളവരുടെ ഫീഡ്ബാക്ക് വന്ന സമയത്ത് പുള്ളി വലിഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി തന്നെ എങ്ങനെ ശരിയാവും? അഖിൽമാരാർ നായകനായി വരുന്ന സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റേഴ്സ് ഒക്കെ പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ വെച്ചാൽ പുള്ളിക്ക് അറിയില്ല പുള്ളി എന്തിനാണ് പിന്നെ ഷെയർ ചെയ്തത്. പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നെങ്കിൽ പിന്നെ ഒറ്റ കാരണം അതിൽ പറയുന്നുള്ളൂ, പ്രൊഡ്യൂസറിനെ ഓർത്ത് മാത്രമാണെന്ന്. വളരെയധികം നല്ല സ്റ്റേൺ ആയിട്ടുള്ള സ്റ്റാൻഡുള്ള ഒരു മനുഷ്യനാണ്. ഏത് വിഷയത്തിലും തന്റേതായ അഭിപ്രായമുള്ള മനുഷ്യനാണ് അഖിൽമാരാണ്, അല്ലേ? അപ്പൊ ഒരു പ്രൊഡ്യൂസറിന് ഇങ്ങനെ വേണ്ടിയെന്ന് വിചാരിച്ചിട്ടൊന്നും പുള്ളി ഇങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നു. അതൊരു മനുഷ്യപ്പറ്റി കൊണ്ടായിരിക്കും ചിലപ്പോ. മനുഷ്യപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ, പടം തുടങ്ങി 4-ാമത്തെ 5-ാമത്തെ ദിവസമാണ് പുള്ളി ഈ പടത്തിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അന്നൊക്കെ പ്രൊഡ്യൂസർക്ക് ഒരു ഫിനാൻഷ്യൽ ടൈറ്റും ഇല്ല. അപ്പോഴും 4 ലക്ഷം ഒരു കമ്മിറ്റ്മെന്റ് പുള്ളിനോട് ബാർഗെയിൻ ചെയ്തിട്ട് അന്ന് സംസാരിച്ചിട്ട് 4 ലക്ഷത്തിന് പുള്ളി ഡീൽ ചെയ്തു. മാത്രമല്ല പുള്ളിയുടെ ഫുൾ എമൗണ്ട് ഡബിങ്ങിന് മുമ്പേ തന്നെ ക്ലിയർ ചെയ്യുകയും ചെയ്ത കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പടം വീക്കായ സമയത്ത് റീസൺസ് ഉണ്ടാക്കിയതായിരിക്കാം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ, ആണെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ കോക്കിന്റെ റിവ്യൂസിനെ കുറിച്ച് നിങ്ങൾ നേരത്തെ പറഞ്ഞു, അത് ഈ സമയത്ത് പറയണം തോന്നി. ഇപ്പം ഏതൊരു പടവും ഞാൻ സത്യസന്ധമായിട്ട് പറയാം, നല്ല അപരാധം മലങ്കൾട്ട് പടം മലങ്കൾട്ട് പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി മെന്റലി ഇഷ്യൂ ഉള്ള ഒരാളാണെന്ന് തോന്നുന്നു കോക്ക്. കാരണം അശ്വന്ത് ഞാൻ സത്യം പറയട്ടെ, കാരണം ഒരു പടത്തിനെ സംബന്ധിച്ചിടത്തോളം പടത്തിനെ കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള 200 രൂപ ടിക്കറ്റ് എടുത്ത ഏതൊരാൾക്കും പടത്തിന് മോശമായിട്ട് കമന്റ് ഞാൻ വരാം, അതിലേക്ക് വരാം. അപ്പം ഒരു പടം അത് മോശമാണെങ്കിലും നല്ലതാണെങ്കിലും അത് പറയാനുള്ള അധികാരം അല്ലെങ്കിൽ ആ പടമുള്ള അതോറിറ്റി ആ പടം കാണുന്ന ആൾക്കുണ്ട്. പക്ഷെ ഒരു ആർട്ടിസ്റ്റിനെ തെറി പറയാനോ മോശമായിട്ട് പറയാനോ ഉള്ള ഒരു അംഗീകാരം കൊടുത്തിട്ടില്ല. കാരണം ആരുടെയും വകയല്ല ഈ പടം, അത് സ്വന്തം ഒരു ആർട്ടിസ്റ്റ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഒരുപാട് റിവ്യൂസ്, എല്ലാ റിവ്യൂസും അല്ല, ഒരുപാട് റിവ്യൂസ് ഡിഫറെന്റ് രീതിയിൽ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ആളായാലും ആരായാലും അയാൾ റിവ്യൂ ചെയ്യുന്നത് ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ആൾക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, ആളുടെ പേഴ്സണൽ റീച്ചിനും ആളുടെ യൂട്യൂബ് ചാനൽ വഴിയും പൈസ ഉണ്ടാക്കാൻ വേണ്ടി. എക്സാക്ട്ലി അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ നമ്മുടെ റിവ്യൂ മാത്രം ഏകദേശം 5 ലക്ഷം 6 ലക്ഷം ആൾക്കാരാണ് കണ്ടിരിക്കുന്നത്, ആ റിവ്യൂ കണ്ടിട്ട് പോയിരിക്കുന്നത്. അപ്പൊ അശ്വന്ത് കോക്ക് പറഞ്ഞ അല്ല പുള്ളി പറഞ്ഞ എല്ലാ റിവ്യൂസും നല്ലതായിരുന്നോ? പുള്ളി ഒരുപാട് നല്ല പടങ്ങൾ മോശമെന്ന് പറഞ്ഞു, ആ പടങ്ങൾ ഹിറ്റായ പടമാണ് തിയേറ്ററിൽ. പുള്ളി പറഞ്ഞ ഒരുപാട് നല്ല പടങ്ങൾ എന്ന് പറയുന്ന പടങ്ങളും വളരെ മോശം പടങ്ങളും ഉണ്ടായിരുന്നു. അശ്വന്ത് കോക്ക് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഈ പടം ആയിക്കോട്ടെ, ഞാൻ കണ്ട പടങ്ങള് റിവ്യൂ പറയുമ്പോ അത്ര ഒരു താറടിച്ചതുപോലെ പറഞ്ഞിട്ടില്ല. ഓരോ പ്രേക്ഷകനും തോന്നിയ കാര്യം അദ്ദേഹത്തിന്റെ ഭാഷ പറയുന്നു. ദിലീപിന്റെ പടത്തിനെ കുറിച്ച് പുള്ളി പറഞ്ഞു കേട്ടിരുന്നത് നിങ്ങൾ റിവ്യൂസ് കണ്ടിട്ടില്ല അശ്വന്ത് കോക്കിന്റെ? എത്ര നല്ല പടം, കുഴപ്പമില്ല, അറിയാം. അപ്പം ഞാൻ പല സിനിമകളും ഞാൻ കണ്ട പല സിനിമകളും അശ്വന്ത് കോക്ക് പറയുമ്പോ പിന്നെ ഇതിലും മോശമായിട്ടുള്ള ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ പടം തന്നെ എടുത്ത് പുള്ളി ഇത്ര രീതിയിൽ പറഞ്ഞത്? ഇതിലും മോശമായിട്ടുള്ള ഒരുപാട് പടങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെ? കാരണം ഇതിൽ വേറെ കാര്യമുണ്ട്, അശ്വന്ത് കോക്കും അഖിൽമാരും തമ്മിൽ മുമ്പിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് സംശയമുണ്ട് അതിന്റെ പേരിലാണോ അശ്വന്ത് കോക്ക് ഇതിനെ തന്നെ ഫോക്കസ്. ആക്ച്വലി എനിക്കൊരു അശ്വന്ത് കോക്ക് ഈ പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ അഖിൽമാരാര് വരുന്ന പടം ഇറങ്ങാൻ വേണ്ടി അശ്വന്ത് കോക്ക് വെയിറ്റിംഗ് ആയിരുന്നു. പടം
പടാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ 1.5 കോടി രൂപയ്ക്ക് ഇറങ്ങിയ ഒരു പടത്തിന്റെ കുഴപ്പമില്ല, 1.5 കോടി പടങ്ങളുമായിട്ട് മറ്റേ 1.5 കോടി രൂപയ്ക്ക് ഇറങ്ങിയ മറ്റു പടങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ പടം അത്യാവശ്യം കുഴപ്പമില്ലാത്ത പടമാണ്. ഈ പടം നിങ്ങൾ പറയുമ്പോൾ വമ്പൻ അബദ്ധമൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അശ്വന്ത് ഗോക്കിന്റെ അതിലുള്ള കമന്റുകൾ എല്ലാം പറഞ്ഞത് അശ്വന്ത് ഗോക്കിനെ അനുകൂലിച്ചിട്ട് ഞാൻ അധികം റിവ്യൂ അശ്വന്ത് ഗോക്കിന് ഇത്ര അനുകൂലിച്ചിട്ട് കണ്ടിട്ടില്ല കമന്റുകള്. പക്ഷെ ഈ പടം നിങ്ങൾ തിയേറ്റർ കണ്ടു വലിയ നിങ്ങൾ പറഞ്ഞ വമ്പൻ അബദ്ധം പടമൊന്നുമല്ല. ഈ പടം കണ്ടിട്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഈ ദിലീപിന്റെ ഒക്കെ പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്ന അഭിപ്രായം നിങ്ങളത് മാത്രമായിരിക്കണം, അതെ, അല്ലാതെ ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഒരു പടത്തിന് പോകാതിരിക്കില്ല. പക്ഷെ അശ്വന്ത് കോക്ക് എന്നൊരു വ്യക്തി ഇപ്പൊ അയാൾക്ക് ഒരു 3 ലക്ഷം 4 ലക്ഷം രൂപ ഒരു വീഡിയോ ഒന്നും കിട്ടുന്നുണ്ടാവും. പക്ഷെ ആ വീഡിയോക്ക് വേണ്ടി അയാൾ ഇല്ലാക്കിയതാക്കിയത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. പ്രൊഡ്യൂസറുടെ പൈസ മാത്രമല്ല, ഒരു പടം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സ്വപ്നമാണ്. ഞാനൊക്കെ ഇപ്പൊ പടത്തിലേക്ക് വെച്ച് ഒരുപാട് ചാൻസ് ചോദിച്ച് ഓഡീഷൻ നടന്ന് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഈ സ്വപ്നങ്ങളൊന്നും അയാൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പം ബിബിന്റെ പടം ഇറങ്ങിയിരുന്നു, ഓർമ്മണ്ടോ? വെടിക്കെട്ട് എന്ന് പറഞ്ഞ പടം. ആ വെടിക്കെട്ടിനൊക്കെ അയാൾ കൊടുത്തിരിക്കുന്നത് അയാൾ ആലോചിക്കേണ്ടത് ഇപ്പം അഖിലേട്ടനും ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും സിനിമയിൽ കയറി വരാൻ ഒരുപാട് ബുദ്ധിമുട്ട സമയത്താണ് ഒരു കാലിന് വയ്യാത്ത പയ്യൻ അത്രയും കഷ്ടപ്പെട്ട് വന്നിരിക്കുന്നത്. ആ സിനിമയിൽ തന്നെ മറ്റേ പുള്ളിക്ക് അവന്റെ കൂടെയുള്ള വിഷ്ണു ഉണ്ണികൃഷ്ണൻ പൊള്ളലേൽക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് എഫേർട്ട് എടുത്ത പടമാണ്. ഈ പടത്തിൽ എനിക്കും ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഇഞ്ചുറീസിനെ ആ കഷ്ടപ്പാടിനെ ഒന്നും റെസ്പെക്ട് ചെയ്യാതെ ആ പടത്തിനെ വളരെ മോശമായിട്ട് പറഞ്ഞു. അതാണ് ഏറ്റവും വൃത്തികേട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുക ഇയാൾക്ക് മെന്റൽ ഇഷ്യൂസ് പോലെ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ ഒരാളും അയാൾക്ക് വേണമെങ്കിലും ഓക്കെ ആക്ഷേപഹാസ്യം എന്ന് പറയുന്ന കാര്യമുണ്ട്. അത് വേറെ ഉണ്ണി വ്ലോഗ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ആക്ഷേപഹാസ്യം. പക്ഷെ ഇതൊരിക്കലും ആക്ഷേപഹാസ്യമല്ല, ഇത് പേഴ്സണൽ അസാൾട്ട് എന്ന് പറയും. ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തമാശ രൂപത്തിൽ ഇപ്പം നമ്മുടെ രമേഷ് പിഷാരടി ഒക്കെ ചെയ്യുന്ന പോലെ തമാശ രൂപത്തിലൊക്കെ പറയാം. അല്ലെങ്കിൽ ഇത് ആക്ഷേപഹാസ്യം എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യുന്നത് തന്നെ ചെറ്റത്തരമാണ് ഇയാൾ കാണിക്കുന്നത് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അഭിനയിക്കുന്നവർക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരു സിനിമ എന്ന് പറയുന്നത് അഭിനയിക്കുന്നവർ മാത്രമാണോ? മ്യൂസിക് ഡയറക്ടേഴ്സ്, അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ക്രൂ, മേക്കപ്പ് ആർട്ടിസ്റ്റ്, പ്രൊഡക്ഷൻ കൺട്രോൾ, പ്രൊഡക്ഷൻ ടീം, യൂണിറ്റ്, അതുപോലെ കോസ്റ്റ്യൂം, ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവരോടൊന്നും അതുകൊണ്ട് ഏത് പൊട്ടപ്പടവും നിങ്ങളെടുത്ത് ഹൈപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മിനിമം റെസ്പെക്ട് ഇവരർഹിക്കുന്ന ഒരു മിനിമം റെസ്പെക്ട് നിങ്ങൾ കൊടുക്കണം. ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ ഇതിൽ പറഞ്ഞേക്കുന്നത് വെച്ചാൽ അഖിൽമാരാറിനെ മാത്രമാണ് എല്ലാവരും ഫോക്കസ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഇതിൽ അഭിഷേക് ശ്രീകുമാറും നിങ്ങൾ ആ ഗ്യാങ്ങുമാണ് ഈ സിനിമയിൽ 2 മണിക്കൂർ 50 മിനിറ്റുള്ള സിനിമയിൽ കൂടുതലുള്ളത് നിങ്ങളാണ്. ആ 2 മണിക്കൂറുള്ള പടത്തില് കൂടുതലും ഒരു 1.5 മണിക്കൂറും നിങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. അതിൽ ജാഫർ ഇടുക്കിയുണ്ട്, ജോയ് മാത്യു പോലുള്ള പിന്നെ പ്രഗത്ഭരായിട്ടുള്ള ആക്ടേഴ്സും ഉണ്ട്. പക്ഷെ എന്നിട്ടും എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നത് അഖിൽമാരാറിനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പുള്ളിനെയാണ് ഹൈപ്പ് ചെയ്യുന്നത്. പുള്ളിക്ക് അത്രയും ശത്രുക്കളുണ്ട്. ഒന്നാമത്തെ കാര്യം, പുള്ളി കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ പുള്ളിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് അത് പാർട്ടി തന്നെ. അപ്പം ആളുകൾക്കൊക്കെ ഈ മുള്ളൻകൊല്ലിയുടെ റിവ്യൂ എന്ന് പറഞ്ഞ ഒരു ഉത്സാഹമായിരുന്നു. കാരണം പുള്ളിക്ക് വേറൊരു ഓപ്ഷനിലും പുള്ളിനെ തളർത്താനില്ല. അഖിൽമാരാർ എന്ന വ്യക്തിനെ തളർത്താൻ ആ സിറ്റുവേഷനിൽ ഇന്നത്തെ സാഹചര്യത്തിൽ പുള്ളിനെ തളർത്താൻ അല്ലെങ്കിൽ പുള്ളിനെ പറ്റി മോശം പറയാൻ പുള്ളിയുടെ പേഴ്സണൽ ലൈഫിൽ ഒരു പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ടിൽ മോശമായിട്ടൊന്നുമില്ല. പുള്ളിയുടെ സെലിബ്രിറ്റി ലൈഫിലാണെങ്കിലും പുള്ളി മോശമായിട്ടൊന്നുമില്ല. ആകെ അവർക്കുള്ള ഓപ്ഷൻ അഖിൽമാരോട് അവർക്ക് കാണിക്കാൻ പറ്റുന്ന ഒരേ ഒരു ഓപ്ഷൻകാർക്കെതിരെ യൂസ് ചെയ്യാനുള്ള ഒരു ആയുധമായിട്ട് ഉപയോഗിച്ചു. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, അത് നിങ്ങൾക്കും അറിയാം. അതെ. അപ്പം പക്ഷെ അതിനേക്കാൾ ബാധിച്ചിരിക്കുന്നത് ഈ പാവം പ്രൊഡ്യൂസറെയാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ എഡിറ്റർ ഉണ്ട്, ക്യാമറാമാൻ, അതുപോലെ തന്നെ സംവിധായകൻ, മറ്റഭിനയിച്ച് ആർക്കും ഇല്ലാത്ത കുറ്റമാണ് അഖിൽമാരാരുടെ തലയിൽ കെട്ടിവെച്ചേക്കുന്നത്. അഖിലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഉയരം കൂടുന്തോറും വീഴ്ചയുടെ വ്യാപ്തി കൂടുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അത് സത്യമാണ്. കാരണം ഈ സറൗണ്ടിങ്സ് ഇത്രയും ആൾക്കാർ, ഞാൻ പറയട്ടെ, ഇതിലിപ്പോ മോഹൻലാൽ ഉണ്ടായിരുന്നെങ്കിൽ അഖിൽമാരെ കൂട്ടും പണി കിട്ടാൻ പോകുന്നത് മോഹൻലാലാണ് അല്ലേ? അപ്പം ഈ സറൗണ്ടിങ്സ് ഈ സിനിമയുടെ ടോട്ടൽ ക്രൂ വെച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും റീച്ചുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് അഖിൽമാരാണ്. ഈ പടം റീച്ച് ആയതും പുള്ളിയുടെ പേരിലാണ്. ഈ പടത്തിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരുന്നതും പുള്ളിയുടെ പേരിൽ തന്നെയാണ്. ഇങ്ങനൊരു സംഭവമുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഏറ്റവും റീച്ചായ മനുഷ്യനായതുകൊണ്ട് അതിപ്പോൾ പുള്ളി ചെറിയ റോൾ ചെയ്താലും മതി, പുള്ളിക്ക് ഇതേ പണി കിട്ടും. പുള്ളി ഇപ്പം ഒരു 10 മിനിറ്റ് അഭിനയിച്ചാലും 20 മിനിറ്റ് അഭിനയിച്ചാലും ശരി, ഈ സിനിമയിൽ പുള്ളി അഭിനയിച്ചുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒരു അവസരമാണ്. അഖിൽമാരാർ ആക്ടിങ്ങിൽ വരുന്ന അവസരം കൂടിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. സോ ആളുകൾ അത് നന്നായിട്ട് യൂസ് ചെയ്യും. ഒരുപാടായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അഖിൽമാരാർക്ക് ഒരു പണി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇനി പുള്ളി എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട് നോക്കട്ടെ, അപ്പം എല്ലാവരും കൂടി വരും. ഇവരൊക്കെ ഒരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് ആ പ്രൊഡ്യൂസറുടെ കഷ്ടകാലം കൊണ്ടോ ഞങ്ങളുടെ കഷ്ടകാലം കൊണ്ടോ ഡയറക്ടറുടെ കഷ്ടകാലം കൊണ്ടോ മുള്ളൻകൊല്ലിയായിരുന്നു അവർക്ക് കിട്ടിയ കച്ചിത്തുരുമ്പ് എന്ന് പറയുന്നത്. അപ്പം ഭയങ്കരമായിട്ട് അഖിൽമാരാറിന്റെ കരിയറിലൊരു എന്താ പറയുക നെഗറ്റീവായിട്ട് മാറിയെന്ന് അഖിൽമാരാർക്ക് തന്നെ ചിലപ്പം തോന്നിക്കാണും.
എല്ലാ സുഹൃത്തുക്കളും എന്തിനാണ് ഈ സിനിമയിൽ Negative എന്നുള്ളതല്ല. അഭിനയിച്ചതെന്ന് ചോദിച്ചു. അപ്പം അതുകൊണ്ടായിരിക്കും അഖിൽമാരാർ ഭയങ്കര വിഷമത്തോടു കൂടിയോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്നറിയില്ല ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എനിക്ക് തോന്നുന്നു പുള്ളിനെ പോലുള്ള ഒരു വ്യക്തി അങ്ങനെ ഒരു വിഷമം കൊണ്ടാണെങ്കിലും ആ ഇമോഷണൽ കൺട്രോൾ ചെയ്യണമായിരുന്നു. ഈ സിനിമ പുള്ളി ആ പോസ്റ്റ് ഇട്ടത് മൂലം ഇത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്നത് ആ സിനിമയുടെ ഫ്യൂച്ചറാണ്. അതായത് ആ സിനിമയുടെ സെയിലാണ്, ആ സിനിമ പ്രൊഡ്യൂസറുടെ വരുമാനമാണ്, ആ ഡയറക്ടർക്ക് ഇനി വരുന്ന സിനിമകളാണ്. ഇത്രയും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പുള്ളി ആ പോസ്റ്റ് ഇട്ടു, പുള്ളിയുടെ പ്രശ്നം കഴിഞ്ഞ് പുള്ളി എല്ലാവരെയും കാണിച്ചു. എന്ത് പറഞ്ഞു, ഞാനല്ല ഈ സിനിമ, ഞാൻ ആ കഷ്ടപ്പാട് കൊണ്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വയനാട്ടിലൊരു വീട് വെച്ച് കൊടുക്കുന്ന ആ ഒരു റീസൺ ഇട്ട് കഴിഞ്ഞാൽ പുള്ളിയുടെ ഭാഗം ക്ലിയർ ആയി. പക്ഷെ പുള്ളി അവിടെ ആലോചിക്കേണ്ട കാര്യം ആ ഒരു പോസ്റ്റിലൂടെ ഇല്ലാതാവുന്നത് ഒരു പ്രൊഡ്യൂസറുടെ സ്വപ്നമാണ്. ഒരു ഡയറക്ടർക്ക് ഇനി വരാൻ പോകുന്ന സിനിമകളാണ്. അതിൻ്റെ പുള്ളിയുടെ മാത്രമല്ല, ഒരുപാട് പേരുടെ ആ സിനിമയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാലാണ് ഞങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റ് കുറച്ച് ആളുകൾ കണ്ടു കഴിഞ്ഞാൽ എനിക്കും ബാക്കി ആർട്ടിസ്റ്റുകൾക്ക് പബ്ലിസിറ്റി കിട്ടുന്നുള്ളൂ. അപ്പോൾ അതുകൂടി പുള്ളി ശ്രദ്ധിക്കണമായിരുന്നു. പാട്ട് ഞാൻ ഇടപെട്ടിട്ടാണ് വിറ്റുകൊടുത്തത്. മാത്രമല്ല കൊച്ചി ഫോറം മാളിൽ വെച്ച് ഏതൊരു വലിയ ചിത്രവും ട്രെയിലർ ലോഞ്ച് ചെയ്യും പോലെ ട്രെയിലർ ലോഞ്ച് ഞാൻ തന്നെയാണ് നടത്തി കൊടുത്തത്. ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ ഫാർസ് ഫിലിംസിനെ കൊണ്ട് GCC വിതരണം ഏറ്റെടുപ്പിച്ചു. 100 ഫ്ലക്സ് ബോർഡുകൾ ഞാനും സെറീനയും ചേർന്നാണ് മുടക്കി വെച്ചത്. 50ഓളം ഫ്ലക്സുകൾ എൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് വെച്ചു കൊടുത്തു. പിന്നെ മൈജി സഹായിച്ചു ഹോർഡിങ് വെക്കാനായിട്ട്. ഇന്റർവ്യൂവിന് 1 ലക്ഷം രൂപ മേടിക്കുന്ന ഞാൻ പലരെ അങ്ങോട്ട് വിളിച്ച് സിനിമയ്ക്ക് ഇന്റർവ്യൂ കൊടുത്തു. ഒരു പൈസ പോലും വാങ്ങിച്ചിട്ടില്ല. ലാലേട്ടൻ, സുരേഷ് ഗോപി, നാദൃശ ഇവരുടെയൊക്കെ പേജുകളിൽ ഞാൻ വിളിച്ച് പോസ്റ്റ് ഇടിപ്പിച്ചു. ബിഗ് ബോസിൽ ഗസ്റ്റായി പോയാൽ കിട്ടേണ്ട ശമ്പളം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ പടം പ്രൊമോഷന് പോയത്. അതിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ പോലും കാശ് പലതവണ ചോദിക്കേണ്ടി വന്നു. സ്വന്തം ചിലവിൽ റൂം എടുത്ത് ടാക്സി ക്യാഷ് കൊടുത്ത് മലയാളികളെ മുഴുവൻ ഈ സിനിമ ഞാൻ അറിയിച്ചു. ചുരുക്കത്തിൽ 1 കോടി രൂപ ചിലവഴിക്കേണ്ട സിനിമയുടെ മാർക്കറ്റിംഗ് ഞാൻ ഫ്രീ ആയി ചെയ്തു കൊടുത്തു. പടം ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ഞാൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ആദ്യ ഷോ കഴിഞ്ഞാൽ സംസാരിക്കേണ്ടത് സിനിമയാണ്, പ്രേക്ഷകരാണ്. അവർ അവരുടെ അഭിപ്രായം പറഞ്ഞു, ഞാനത് ഉൾക്കൊണ്ടു. പടം ഇറങ്ങി അരമണിക്കൂർ മാത്രം സിനിമയിലുള്ള എൻ്റെ തലയിൽ എല്ലാവരും പടം വെച്ച് കെട്ടി. എഴുതി സംവിധാനം ചെയ്ത ആൾക്കും ക്യാമറ, എഡിറ്റിംഗ്, പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ആർക്കുമില്ലാത്ത എല്ലാ കുറ്റങ്ങളും ഞാൻ ഏറ്റെടുത്തു. പറഞ്ഞു പറ്റിക്കപ്പെട്ടിട്ടും ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത ഞാൻ ചെയ്യാത്ത തെറ്റിനും മറ്റുള്ളവരുടെ പരിഹാസത്തിന് വിധേയമാകേണ്ടി വന്നിട്ടും മിണ്ടിയില്ല. പക്ഷെ ഇന്ന് വിളിച്ചപ്പോൾ എന്നോടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ടാണ് പടം വിജയിക്കാത്തത് എന്നൊക്കെ പറയുമ്പോൾ സമൂഹം ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണമെന്ന് തോന്നി. ലക്ഷങ്ങൾ വാങ്ങി ഇന്റർവ്യൂ പോലും കൊടുക്കാതെ ആർട്ടിസ്റ്റുകൾ മുങ്ങി നടക്കുന്ന കാലത്ത് സിനിമയെ മലയാളികൾക്കിടയിൽ അറിയിക്കാൻ ഇത്രയും സഹായിച്ച എന്നോട് നന്ദി കാണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ അത് ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സിനിമ വിജയിക്കാത്തതുകൊണ്ട്, അത്ര രീതിയിൽ ഓടാത്തത് കൊണ്ട് ഇതിൽ അണിയറ പ്രവർത്തകർ തന്നെ അഖിൽമാരാർ കാരണമാണ് ഈ സിനിമ വിജയിക്കാത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഹേർട്ടായിട്ടാണ് തോന്നുന്നു ഇങ്ങനെ ഇട്ടത്. പുള്ളിനോടുള്ള അല്ലെങ്കിൽ അഖിൽമാരോടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ടല്ല മുള്ളൻകൊല്ലി എന്ന സിനിമ സക്സസ് ആവാതിരുന്നത്. അത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം. പക്ഷേ പുള്ളി ഈ ചെയ്ത കാര്യങ്ങളൊക്കെ പുള്ളിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഏതൊരു ആർട്ടിസ്റ്റ് ആയിരുന്നാലും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം ഞാനായിരുന്നാലും എൻ്റെ ആദ്യത്തെ സിനിമ പുള്ളിയുടെ അഖിൽമാരാരുടെ ആദ്യത്തെ ആർട്ടിസ്റ്റായിട്ട് വരുന്ന ഒരു അഭിനേതാവായിട്ട് വരുന്ന ആദ്യത്തെ സിനിമയാണ്. പെരുപ്പിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ഞാൻ പറയട്ടെ, ഞാൻ ആണെങ്കിൽ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ സിനിമയ്ക്ക് 100 അല്ല 1000 ഫ്ലക്സ് ഞാൻ വെക്കും. ആ സിനിമ ഞാൻ നായകനായിട്ട് വരുന്നതാണെങ്കിൽ എനിക്ക് ആ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കോൺഫിഡൻസ്, ഞാൻ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞാണ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സിനിമയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ 100 അല്ല 1000 ഫ്ലക്സ് ഞാൻ വെക്കും. ഞാൻ ഇതുപോലെ തന്നെ ബിഗ് ബോസിൽ ഇതുപോലെ പോകാൻ പറ്റുമെങ്കിൽ പോകുന്ന രീതിയിൽ യൂസ് ചെയ്യും. ഞാൻ മാത്രമല്ല, ഇതിപ്പോൾ ഏത് വലിയ ആർട്ടിസ്റ്റ് ആയാലും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ മോഹൻലാൽ നിങ്ങൾ എടുത്തു നോക്കും. മോഹൻലാലിന് ഒരു പടം കുഴപ്പമില്ലാന്ന് തോന്നി, പുള്ളി അടുത്ത് ഇറങ്ങാൻ പോകുന്ന പടമാണ്. പുള്ളിയുടെ ഉത്തരവാദിത്തമാണ്, പുള്ളിയുടെയും കൂടി ഉത്തരവാദിത്തമാണ് ആ സിനിമ എന്ന് പറയുന്നത്. സിനിമ എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. അല്ലാതെ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു, ഞാൻ പൈസ വാങ്ങി, ഞാൻ ഇനി ഒന്നും ചെയ്യേണ്ട, അങ്ങനെയല്ല. അപ്പം പുള്ളി ചെയ്ത കാര്യങ്ങളൊക്കെ പുള്ളി മാത്രമല്ല ഏതൊരാളും ചെയ്യുന്ന കാര്യമാണ്. അത് നല്ല കാര്യമാണ്, അതൊരിക്കലും മോശമാണെന്നല്ല, അത് ശരിയാണ്. പക്ഷേ അതിപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം നിങ്ങളായാലും ചെയ്യില്ലേ, നിങ്ങൾക്ക് ഒരു നായികയായിട്ട് വന്നു തരിക. ഇപ്പൊ ബിനിഷ് അടുത്ത സിനിമയിൽ നായികയായിട്ട് വന്നു, ഓക്കെ, അത് വലിയ സിനിമയൊന്നുമില്ല. പക്ഷെ ബിനിഷിക്ക് തോന്നി ആ സിനിമ കുഴപ്പമില്ലാന്ന് തോന്നി. ബിനിഷ് അത് പ്രൊമോട്ട് ചെയ്യില്ലേ? ബിനിഷിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇപ്പൊ നാളെ സൂര്യ TV ഒരു ഇന്റർവ്യൂ വിളിച്ച് കഴിഞ്ഞാൽ അവിടെ പൈസ വേണമെന്ന് പറയോ, അല്ലെങ്കിൽ ഈ പടം പ്രൊമോട്ട് ചെയ്യാൻ കിട്ടുന്ന അവസരം യൂസ് ചെയ്യും അല്ലേ? ഇത് തന്നെയാണ് ഞാനും ചെയ്തിരിക്കുന്നത്, ഇത് തന്നെയാണ് പുള്ളിയും ചെയ്യേണ്ടത്. അതാണ് പുള്ളി ചെയ്യേണ്ടത്. അവിടെ പുള്ളി ചെയ്ത കാര്യം എടുത്തു പറയാനുള്ള സംഭവം. ഞാൻ ചോദിക്കട്ടെ, പുള്ളിക്ക് വരുന്ന ബുള്ളിങ് ഈ പടം മൂലം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ അത് പുള്ളിയുടെ ശത്രുക്കൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ പുള്ളിക്ക് മുള്ളൻകൊല്ലി എന്ന് പറയുന്ന സിനിമ മൂലം പുതിയ ശത്രുക്കൾ ആരും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പുള്ളിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ശത്രുക്കളും പുള്ളിയുടെ ഹേറ്റേഴ്സും ഇത് നന്നായിട്ട് യൂസ് ചെയ്തു, അതുണ്ടായി. അല്ലാതെ മുള്ളൻകൊല്ലി എന്ന് പറയുന്ന സിനിമ മൂലം അഖിൽമാരാറിന് പുതിയ ഹേറ്റേഴ്സ് ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇത് സത്യസന്ധമായ കാര്യമാണ്. പുള്ളിനെ അടിക്കാൻ കാത്തിരിക്കുന്നവർക്ക് മുള്ളൻകൊല്ലി എന്ന് പറയുന്ന സിനിമ ഒരു വടിയായി മാറി. ഇതുണ്ടായി, അത് സത്യമാണ്. അത് പുള്ളിക്ക് ആ വടി ചെറിയ രീതിയിൽ പുള്ളിക്ക് അടി കൊള്ളുകയും ചെയ്തു, സത്യമാണ്. പക്ഷേ അല്ലാതെ പുള്ളിക്കെതിരെ തിരിയാനോ ഗ്രൂപ്പ് തിരിക്കാനോ ഒന്നും നിന്നിട്ടില്ല.
പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ പ്രൊഡ്യൂസേഴ്സിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഡയറക്ടർ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പടം റിലീസ് ആയതിനു ശേഷം പുള്ളി കുറച്ച് ഡൗൺ ആയി. പുള്ളിയുടെ സൈഡിൽ നിന്ന് ഒരു പ്രൊമോഷൻ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഒബ്വിയസ്ലി എന്തുണ്ടാവും, അവരുടെ ഭാഗത്ത് നിന്ന് റിയാക്ട് ചെയ്യും. ഇപ്പം ബിൻഷ് 1.5 കോടി സിനിമ എടുത്തിട്ട് എന്നെ സിനിമയാക്കി നായകനാക്കിയിട്ട് സിനിമ എടുത്തു, അല്ലെങ്കിൽ ഞാൻ ഒരു 4 ലക്ഷം പൈസ വാങ്ങിയിട്ട് ഞാൻ സിനിമ ചെയ്തു. പടത്തിന്റെ തലേ ദിവസം വരെ ഞാൻ വമ്പൻ പ്രൊമോഷൻ നടത്തിയിട്ട് പടത്തിന്റെ അന്ന് തൊട്ട് ഞാൻ അങ്ങോട്ട് സൈലന്റ് ആയി. പിറ്റേന്ന് തൊട്ട് ഞാൻ ഒന്നും ചെയ്തില്ല. പടം ഞാൻ കണ്ടതാണ്. ഞാൻ ഒരു മാസം മുന്നേ പടം കൊണ്ടിട്ട് ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് കൈകൊടുത്ത് പിരിയുന്നു. അതിനുശേഷമുള്ള ഒരു മാസം ഞാൻ മുൻകൈ എടുത്ത് നടത്തുന്നു. 4 പേര് പടം മോശം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിറ്റേന്ന് തൊട്ട് പുള്ളി ആകെ ഡൗൺ ആയി പോകുന്നു. പുള്ളി പിന്നീട് പ്രതികരിക്കുന്നില്ല. പുള്ളി തെറ്റാന്നല്ല പറയുന്നത്, സ്വാഭാവികമായിട്ട് ഞാൻ വെച്ചാൽ അത് തന്നെ ചെയ്യത്തുള്ളൂ. പക്ഷേ പ്രൊഡ്യൂസർ സൈഡിൽ നമ്മൾ 2 സൈഡും കാണാം. ഇത് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഇവരെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് നിന്നിട്ട് ഇത്രയും പ്രൊമോട്ട് ചെയ്ത ആള് പടം റിലീസ് ആയതിന് പിറ്റേ ദിവസം തൊട്ട് ആളൊന്നും മിണ്ടുന്നില്ല. അപ്പം കോക്ക് വീഡിയോ ഇറക്കിയ സമയത്ത് അഖിലിനോട് ഒന്ന് പറഞ്ഞു, നീ ഒന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ, എന്തെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ, അല്ലെങ്കിൽ ന്യായീകരിക്കണം എന്നല്ല, ഈ പടം കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞു. അഖിലേട്ടൻ റെഡിയില്ല. അഖിലേട്ടൻ ഓക്കെ നെഗറ്റീവ് റിവ്യൂ വന്നതുകൊണ്ട് അഖിലേട്ടൻ റെഡിയില്ല. ഇതിന്റെ പേരിലാണ് പ്രൊഡ്യൂസേഴ്സ് അവർ തമ്മിൽ ഇഷ്യൂ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞു ഒരുപാട് പേര്, പക്ഷേ ഇത് സത്യമാണ്, ഒരുപാട് പേര് അഖിൽ ഈ പടത്തിൽ അഭിനയിച്ചതിന്റെ കാരണം സിനിമ കാണാത്ത ആൾക്കാരുണ്ട്. മറ്റു കാണുമായിരുന്നെങ്കിലും ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് കാണാത്തവരുണ്ട്. അതിനർത്ഥം അത് അഖിലിന് ഓൾറെഡി ഉള്ള ഹേറ്റേഴ്സ് ആയതുകൊണ്ടാണ്. അത് അഖിൽ മാത്രമല്ല, ലക്ഷ്മി ഉള്ളതുകൊണ്ട് ഈ പടം കാണാത്ത ഒരുപാട് പേരുണ്ട്. നിങ്ങൾ കമന്റ് ബോക്സ് എടുത്താൽ നോക്കിയത്, ലക്ഷ്മി ഉള്ള പടം ഞങ്ങൾ കാണില്ല എന്ന് പറഞ്ഞ് ആ ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ലെ LGBTQ എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ പടത്തിനെ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഖിൽ മാത്രമല്ല കാരണം, ലക്ഷ്മിയുടെ ഇഷ്യൂസ് ഉണ്ടായി, അതുകൊണ്ടാണ് കാരണം. പിന്നെ പടം മോശം തോന്നിയ ആൾക്കാരും കാണില്ല. പണി സിനിമ പോലും വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇത്, പണി സിനിമയിലെ അവസരം പോലും വേണ്ടാന്ന് വെച്ചിട്ടാണ് മുള്ളൻകൊല്ലിയിൽ കാസ്റ്റ് ചെയ്തത്, ഇതിലേക്ക് വന്നത് അഖിൽമാരാർ. അതെന്തുകൊണ്ടാണ്? അപ്പൊ പണി സിനിമ എന്തിനു വേണ്ടാന്ന് വെച്ചുള്ള വ്യക്തിപരമായ താല്പര്യമായിരിക്കും. അതും മുള്ളൻകൊല്ലി സിനിമയും തമ്മിൽ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. മുള്ളൻകൊല്ലി സിനിമയിലും പുള്ളീനെ വേറെ എന്തെങ്കിലും പ്രത്യേകം കിട്ടുന്നുണ്ടോ? പിന്നെ വയനാട്ടിലെ കാര്യം എന്ന് പറഞ്ഞ് വരേണ്ട ആവശ്യമില്ല. കാരണം വയനാട്ടിലെ കാര്യം ഞാൻ സംസാരിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല. വയനാട്ടിൽ എനിക്കറിയില്ല, എന്നോട് പ്രൊഡ്യൂസറും ഡയറക്ടറും പറഞ്ഞു വെച്ചിട്ട്. പക്ഷെ പണി സിനിമ എന്തിനാണ് പുള്ളി ഒഴിവാക്കിയത്, അതിൽ ഏത് ക്യാരക്ടറായിരുന്നു പുള്ളി ചെയ്തത്, അതൊന്നും നമുക്കറിയാത്ത കാര്യങ്ങൾ. നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ അത് ഞാൻ പ്രൊഡ്യൂസറെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രം ചെയ്ത സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തതല്ല. 1 കോടി രൂപയുടെ പ്രൊമോഷൻ ഞാൻ ഫ്രീ ആയി ചെയ്തു. അങ്ങനെ വെച്ചാൽ ഇനി ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അഖിലേട്ടൻ അങ്ങനെ ചെയ്താന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നാട്ടിൽ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഇപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയോ പടങ്ങൾ പകുതിയായിട്ട് നിൽക്കുന്നുണ്ട്. ഷൂട്ട് തുടങ്ങി 10 ദിവസം കൊണ്ട് കഴിഞ്ഞ പടങ്ങൾ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അങ്ങനെ പേഴ്സണലി ഒന്നും അറിയാത്ത ഒരാൾ ഇങ്ങനെ വന്നിട്ട് ഒരു കണ്ണൂർ അങ്ങ് ഇരട്ടിയിൽ ആ സൈഡിലുള്ള ഒരു പ്രൊഡ്യൂസർ വന്ന് സഹായിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അഖിൽമാരാറിനെ വിളിച്ചിരുന്നു ഈ ലാസ്റ്റ് ഇന്നലെയോ ഇന്നങ്ങാണ്ട് സംസാരിക്കുന്നു? ഞാൻ വിളിച്ചിരുന്നു. പടം അങ്ങനെ ചോദിച്ചപ്പോൾ പുള്ളി ഡെസ്പായിരുന്നു. പടം ഞാൻ എക്സ്പെക്ട് ചെയ്ത് അത്രയും എത്തിയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞു. അത് സത്യസന്ധമായ കാര്യമാണ്. പുള്ളിയുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് പടം എത്തിയില്ല എന്ന് പുള്ളി പറഞ്ഞു. പക്ഷെ പുള്ളി ഓൾറെഡി കണ്ട പടമാണ്. എക്സ്പെക്ടേഷൻ അനുസരിച്ച് പടം എത്തിയില്ല എന്നല്ല, പുള്ളിയുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഓഡിയൻസ് റിയാക്ഷൻ വന്നിട്ടില്ല എന്ന് പുള്ളി പറഞ്ഞിരുന്നു. കാരണം പുള്ളി എക്സ്പെക്ട് ചെയ്തിരുന്നു കുറച്ചുകൂടെ ഓഡിയൻസ് ഇഷ്ടപ്പെട്ടേക്കാം എന്ന് പുള്ളി കരുതിയിരുന്നു. പക്ഷേ നമ്മളതിന്റെ ട്രെയിലർ ഒക്കെ കാണുമ്പോൾ എല്ലാവരും ഒരുപാട് എക്സ്പെക്ട് ചെയ്തു. പക്ഷെ ആ എക്സ്പെക്ടേഷനിൽ അത്രത്തോളം എത്തിയില്ല എന്നാണ് പലരും പറഞ്ഞത്. അതാണ്. പക്ഷെ പടം കുഴപ്പമില്ല, കാണാൻ പറ്റുന്നായിരുന്നു. കണ്ടു ഒരുപാട് പേര് വലിയ കുഴപ്പമില്ല, നല്ലതാണ്. അല്ലെങ്കിൽ ഇല്ല, ഇന്നലത്തോടെ നിന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ണൂരും കോഴിക്കോടും തൃശ്ശൂർ കൊച്ചിയിലും ഇന്നലെ നിന്നു. കണ്ണൂരുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. 1 വീക്ക് കളിച്ചു. CPM മൊത്തം ഈ പടത്തിനെതിരാ. CPM എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു CPM അനുഭാവിയാണ്. പക്ഷേ CPM കാണുന്നുണ്ടെങ്കിലും യെസ് എനിക്ക് തോന്നുന്നു കുറേ കണ്ണൂരൊക്കെ കുറേ പേര് ഇതിൻ്റെ പേരിൽ പടത്തിനെ ബാൻ ചെയ്തു. അഖിലേട്ടൻ പിണറായി വിജയനായിട്ടുള്ള ആ സംസാരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് പേര് പടത്തിനെ ബാൻ ചെയ്തു എന്നുള്ളത് സത്യമാണ്. അത് ഞങ്ങൾ അറിഞ്ഞ കാര്യമാണ്. ഒരുപാട് പേരോട് നമ്മൾ പടം കാണാൻ വെച്ചപ്പോൾ അഖിലിൻ്റെ പടമല്ലേ ഞങ്ങൾ കാണില്ല എന്ന് പറഞ്ഞു. അത് അഖിലേട്ടനോട് വെറുപ്പുള്ളതുകൊണ്ടല്ല, പുള്ളിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേരിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പുള്ളി ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷെ വോട്ടെവർ പുള്ളിയുടെ നടൻ എന്ത് പറയുമ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഒരു നടൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അയാൾ ഹോൾഡ് ചെയ്യുന്നത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ്. ഇപ്പം ഞാൻ എൻ്റെ പോലും സ്വപ്നങ്ങളാണ് പുള്ളി ഹോൾഡ് ചെയ്യുന്നത് പടത്തിലൂടെ. അതുപോലെ ഒരു പ്രൊഡ്യൂസറുടെ എക്സ്പെക്ടേഷൻസ്, ഡയറക്ടറുടെ ഇതാണ്. അപ്പം ഒരു നടൻ എന്ന് പറയുമ്പോൾ അപ്പോൾ അഖിൽമാരാർ എന്ന വ്യക്തിയായിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. പക്ഷേ ഒരു നടൻ എന്ന് പറഞ്ഞ ഒരു സമയത്ത് പുള്ളി പാലിക്കേണ്ട കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പറയുമ്പോൾ അത് ഈ ആൾക്കാർ ബാൻ ചെയ്യാത്ത രീതിയിലേക്ക് പറഞ്ഞു. ഇപ്പം നിങ്ങൾ ഓൺലൈൻ മീഡിയാസ് ബാൻ ചെയ്തില്ലേ, അത് പടത്തിന് ബാധിച്ചില്ലേ? ലക്ഷ്മി ശ്രദ്ധിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. ലക്ഷ്മി എന്ന വ്യക്തി ബിഗ് ബോസ് പോയ സമയത്തും ലക്ഷ്മി ആലോചിക്കണമായിരുന്നു. ഇവിടെ ഒരു സംഭവമുണ്ട്. ലക്ഷ്മിയുടെ ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടായി, ഒരുപാട് പേര് ഈ പടത്തിനെ ബാൻ ചെയ്തു. അതുപോലെ അഖിൽമാരാർ മുഖ്യമന്ത്രിയെ വിളിച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ചത്, ഇതെല്ലാം ആളുകളെ ചൊടിപ്പിക്കുന്ന പുള്ളി ആലോചിക്കണമായിരുന്നു. കാരണം അവിടെ ഒരു സിനിമയും ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും ഉണ്ടെന്ന് കൂടി പുള്ളി ഓർക്കണമായിരുന്നു. പുള്ളിയുടെ കരിയറും കൂടിയാണ്
എന്താ പറയാ, പുള്ളിയുടെ കരിയർ ഓക്കെ, പുള്ളിയുടെ ഒരു ക്യാരക്ടർ അത് കാരണം ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. അഖിൽ മാരാർ എന്ന് പറഞ്ഞാൽ ആളുടെ വ്യൂസും പോയിന്റ്സും ആളുടെ മുന്നിലും ധൈര്യമായിട്ട് പറഞ്ഞ ആളാണ്. അഖിൽ മാരാർ എന്ന വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഫൈനാണ്. ബട്ട് അഖിൽ മാരാർ എന്ന ആക്ടർ വരുന്ന സമയത്ത് ആ ആക്ടർ ഹോൾഡ് ചെയ്യുന്ന സ്വപ്നങ്ങളും ഡ്രീംസും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ പുള്ളി റെസ്പെക്ട് ചെയ്യണം, അതിനെ പുള്ളി ശ്രദ്ധിക്കണമായിരുന്നു. ഇതാണ് ഞാൻ പറയാനുള്ളത്. പുള്ളി അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്കൊന്നും ബഹുമാനമാണ്. ഞാൻ ഒരുപാട്, കാരണം പുള്ളിയോട് എനിക്ക് ഒരുപാട് റെസ്പെക്ട് തോന്നുന്നുണ്ട്, പുള്ളിയുടെ കാര്യങ്ങൾ പുള്ളി പറയുന്നത്. പ്രൊഡ്യൂസർ ഇപ്പം ഹാപ്പി ആണോ, അതോ പൈസ കിട്ടിയോ? മുതൽ മുടക്കിന്റെ കിട്ടിയില്ല. കാരണം ഇതിൽ ഒരു സിനിമയുടെ ബിസിനസ്സിൽ നല്ലൊരു മെജോറിറ്റി വരുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് GCC കൺട്രീസിൽ. കാരണം GCC നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഇവിടുത്തെ ഒരു ടിക്കറ്റിന് വരുന്നത് 160 രൂപയാണ്. GCC ഒരു ടിക്കറ്റിന് 100 ദിർഹംസ് ആണ്, അതായത് 2200 രൂപയാണ്. അപ്പം ഇവിടുന്ന് ഒരു സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസർക്ക് കയറുന്ന 60 രൂപയോ 80 രൂപയാണ്. പക്ഷേ ഇതേ എമൗണ്ട് GCCയിലേക്ക് പോകുന്ന സമയത്ത് ഇത് 800 1000. അതായത് ഇവിടുന്ന് 10 പേരോ 15 പേരോ കാണുന്നതിന് സമമാണ് GCC ഒരാൾ കാണുന്നത്. ആ ബിസിനസിന്റെ വാല്യൂ അതാണ് GCCയിലാണ്. അവിടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ്, അവിടെ ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷെ അതിപ്പോൾ എന്തൊരു പ്രശ്നമായി നിൽക്കുവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ പ്രശ്നം കാരണം അത് ബ്ലോക്കായി നിൽക്കുന്നതാണ് ഇന്നലെ പറഞ്ഞത്. അഖിലേട്ടൻ എന്നോട് പ്രൊഡ്യൂസർ ഡയറക്ടർ പറഞ്ഞത് അഖിലേട്ടൻ്റെ സൈഡിൽ നിന്ന് വന്ന ഇതാണ്, മിക്കവാറും അത് ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് അഖിലുമായിട്ടുള്ള ഇഷ്യൂ കാരണം അവർ പറയുന്നുണ്ടായിരുന്നു. പ്രൊഡ്യൂസർക്ക് ഇനി അവിടെയൊക്കെ കളിച്ചിട്ട് പടം കളിച്ചിട്ട് പൈസ കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാരണം അതെ, ഒരുപാട് പേരാണ് പ്രൊഡ്യൂസർക്ക് കിട്ടട്ടെ, പുതിയ സിനിമകൾ ചെയ്യട്ടെ, എല്ലാവരും അവരുടെ വീഴ്ചയിൽ നിന്ന് പഠിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അഖിലേട്ടനും എനിക്ക് തോന്നുന്നു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി എന്ന് പറയില്ലേ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദുൽഖറിന്റെ ഫസ്റ്റ് പടം അല്ലെങ്കിൽ ആരാ പറഞ്ഞ പിന്നെ നമ്മുടെ ഫഹദ് ഫാസിന്റെ ഫസ്റ്റ് പടം എന്തായിരുന്നു? അതെ. അപ്പം ഞാൻ എപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് അത് നമുക്ക് മോട്ടിവേഷനാണ് എപ്പോഴും. അതായത് ഫസ്റ്റ് പടം മോശമായാലും അതിന് കുറ്റം പറയുക അല്ലെങ്കിൽ അതിൽ നിന്ന് പരസ്പരം തമ്മിൽ തല്ലുന്നതിന് പകരം അത് ഒരു കൂട്ടായിട്ട് നിന്നിട്ട് അതിൽ നിന്ന് മിസ്റ്റേക്ക് മനസ്സിലാക്കുക, അതിൽ നിന്ന് പഠിക്കുക, പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരിക. അതാണ്. മുള്ളൻകൊല്ലി വലിയൊരു പടമാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല, നിങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷെ അഖിൽ മാരാർ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് കൈയൊഴിഞ്ഞു. കുറച്ച് ദിവസവും കൂടെ നിന്നിരുന്നു എങ്കിൽ ഒരു 10-15 ദിവസം ഇത് ഓടുമെന്ന് തോന്നുന്നുണ്ടോ? എക്സാക്ട്ലി, ഞാനതാണ് പറയാൻ പോകുന്നത്. അഖിൽ മാരാർ ഒരു സിനിമ തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കൈ കഴിഞ്ഞു പോയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പുള്ളി കൈ കഴിഞ്ഞു സത്യം പറഞ്ഞാൽ. പക്ഷേ പുള്ളി അതിൻ്റെ കൂടെ വന്നിട്ട് ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ, പുള്ളിയുടെ ആ അഭിമാനം മാറ്റി വെച്ചിട്ട് പുള്ളി നിന്നിരുന്നെങ്കിൽ ഈ പാവം പ്രൊഡ്യൂസറെ നമുക്ക് ഹെൽപ്പ് ചെയ്യായിരുന്നു. സത്യം ഒരു പടം ഒരു 10-15 ദിവസം ഞാൻ ചോദിക്കട്ടെ, പുള്ളി കുറച്ച് പ്രൊമോഷൻ ചെയ്തിരുന്നെങ്കിൽ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് വല്ല കോളേജിൽ അല്ലെങ്കിൽ പുള്ളിയുടെ കോളേജിലൊക്കെ പോയിട്ട് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പുള്ളിയുടെ കെയർ ഓഫിൽ ആൾക്കാരെ കണ്ട് സംസാരിച്ച് കുറച്ച് പേര് പുള്ളിയുടെ ഓൺലൈനിലൂടെയൊക്കെ പുള്ളി കുറച്ച് പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് ആളുകൾ കൂടി ഈ സിനിമ കാണുമായിരുന്നു. പക്ഷേ പുള്ളി ആ ട്രോളും ഈ റിവ്യൂസും ഒക്കെ ഒരുപാട് വന്ന സമയത്ത് പുള്ളി ആകെ ഡൗൺ ആയിപ്പോയി. പുള്ളി ആ എല്ലാ ഉത്തരവാദിത്വവും മാറി നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയതുപോലെ എനിക്ക് ഫീൽ ആയി, പുള്ളി അവിടെ നിന്ന് ഒഴിഞ്ഞതുപോലെ. പക്ഷെ അതിന് പകരം പുള്ളി അതിൻ്റെ കൂടെ വന്ന ഒരു ടീമായിട്ട് നമ്മൾ വീണ്ടും കുറച്ച് പ്രൊമോഷൻ ചെയ്തിരുന്നെങ്കിൽ ആ പ്രൊഡ്യൂസർക്ക് കുറച്ച് ഫണ്ട് കയറുമായിരുന്നു, ഒരുപാട് പേരുടെ സ്വപ്നത്തിന് ഒരു കാരണം ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ തലവര എന്ന സിനിമ അർജുൻ അശോകന്റെ നല്ലൊരു സിനിമയായിരുന്നു. അത് തിയേറ്ററുകളിലേക്ക് ആളെത്തിയില്ല. തിയേറ്ററിൽ ആള് വരാത്തത് കൊണ്ട് അർജുൻ തന്നെ ഭയങ്കര സങ്കടമായിട്ട് പ്രസ് മീറ്റ് നടത്തി, ആൾക്കാർ കയറണം എന്ന് പറഞ്ഞു, പിന്നെയും ഇന്റർവ്യൂ ഒക്കെ കൊടുത്തു. അപ്പൊ അത് വീണ്ടും ഒരു റിലീസ് ആവുകയാണ്. കാരണം വലിയ സിനിമകൾ വന്നപ്പോൾ അത് എവിടെ എത്താതെ പോയത് കൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പാഠം ഉൾക്കൊള്ളുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. എക്സാക്ട്ലി, ഞാനത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അർജുൻ അശോകൻ ഈ സിനിമ ചെയ്തിട്ട് അവിടെ റിലീസ് ചെയ്യാൻ വേണ്ടി അല്ലെ പ്രസ് മീറ്റ് നടത്തിയ സമയത്തോ വീണ്ടും ആൾക്കാരെ പ്രൊമോട്ട് ചെയ്ത സമയത്തോ പുള്ളി എക്സ്ട്രാ പൈസ വാങ്ങിയിട്ടാണോ ചെയ്തിരിക്കുന്നത്? അല്ലല്ലോ. പുള്ളി എക്സ്ട്രാ അത് ആ സിനിമയ്ക്ക് ആൾ കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ് ആണ്, അല്ലെ? ആ സിനിമയ്ക്ക് അയാൾ കാണിക്കുന്ന ആത്മാർത്ഥതയാണ്. സോ ഇത് തന്നെയായിരുന്നു അഖിലേട്ടൻ കാണിക്കേണ്ടതാണ് എനിക്ക് തോന്നിയത്. അതായത് സിനിമ മോശമാണെങ്കിലും നല്ലതാണെങ്കിലും പുള്ളി ഓൾറെഡി സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആളല്ലേ. പിന്നീട് ഈ സിനിമ കുറച്ച് 4 പേര് മോശം പറഞ്ഞപ്പോഴത്തേക്ക് അതിൽ നിന്ന് പോകുന്നതിന് പകരം പുള്ളിയും ആ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമ കുറച്ചുകൂടി മുന്നോട്ട് എത്തിയേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഖിൽ മാരാർ എല്ലാ വിഷയത്തിലും പ്രതികരിക്കുന്ന ഒരാളാണ്. ഭയങ്കര എന്താ പറയുക, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇങ്ങനെ ഒരു പരാജയം വന്നപ്പോൾ അതെടുക്കാനുള്ള ഒരു ഗട്ട്സ് ഇല്ലാത്തതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, നിങ്ങൾ അണിയറ പ്രവർത്തകർക്ക്? എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചങ്കൂറ്റം ഇല്ലാത്ത ഒരാളാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? പുള്ളി ചങ്കൂറ്റമില്ലാത്ത ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പുള്ളിക്ക് കുറച്ചുകൂടി ഗട്ട്സ് കാണിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു വ്യക്തി എന്ന നിലയിൽ അഖിൽ മാരാർ ക്വാളിഫൈഡ് ആണ്. പക്ഷെ ഒരു ആക്ടർ എന്ന നിലയിൽ പുള്ളി അത് ഇവിടെ പ്രൂവ് ചെയ്ത് കാണിക്കണമായിരുന്നു. കാരണം തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടി എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ആദ്യ സിനിമയാണ്. അപ്പൊ തോൽവിയിൽ നിന്നുകൊണ്ട് പിന്നീടും എന്താ പറയാ, അത് ഏതായാലും ആ സിനിമ ഇങ്ങനെ കുറച്ച് പരാജയമാണെന്ന് അറിഞ്ഞെങ്കിലും കുറച്ചുകൂടി ഒരു പ്രൊമോട്ട് ചെയ്തിട്ട് കാരണം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കോട്ടുണ്ട്. ദർ ഇസ് എ ഫെയിൽ അഗെയിൻ ഫെയിൽ ബെറ്റർ ബട്ട് വൺ ഡേ ദ ഫെയിലിയർ ഗോൺ ഫെയിൽസ് ഇൻ ഫ്രണ്ട് ഓഫ് യു എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊക്കെ എപ്പോഴും വിശ്വസിക്കുന്നതാണ്, എത്ര തോറ്റാലും നാളെ നമുക്ക് തിരിച്ചു വരാൻ പറ്റുന്നു. ഇപ്പം ഈ ഒരു ചെറിയ തോൽവി ഉണ്ടായപ്പം പുള്ളി എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ ക്രൂ മെമ്പേഴ്സിനെ ഏൽപ്പിച്ചിട്ട് പോകുന്നതിന് പകരം പുള്ളി അതിൻ്റെ കൂടെ നിന്ന് ഒരു ടീമായിട്ട് നിന്നിട്ട് പുള്ളിയുടെ ഫെയിലിയേഴ്സ് പുള്ളി പഠിച്ച് മുന്നോട്ട് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഈ കമന്റ് അശ്വന്ത് ഇതിലേക്ക് കമന്റിലും പറഞ്ഞായിരുന്നു, അഖിൽ മാരാർ ഇനി നാളെ ഒരു
വിശദീകരണ പോസ്റ്റുമായിട്ട് വരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് FB പോസ്റ്റ് ഇട്ടത്. എക്സാക്ട്ലി, അത് ഓഡിയൻസ് പുള്ളി അത് പ്രൂവ് ചെയ്തല്ലേ. കാരണം നിങ്ങൾക്കറിയാം ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ചെയ്തിരിക്കുന്നത് അറിയാം, ആ കോക്കിൻ്റെ ഒക്കെ താഴെ പുള്ളി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു വിശദീകരണ പോസ്റ്റ് ആയിട്ട് വരുന്ന എക്സാക്ട്ലി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിശദീകരണ പോസ്റ്റ് വന്നു. പക്ഷെ അങ്ങനെ പുള്ളി ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ടീമായിട്ട് നിന്നിട്ട് അതിന് ഡിഫെൻഡ് ചെയ്യണമെന്ന് പറയില്ല, പക്ഷേ അവിടെ നടക്കുന്നത് മൈൻഡ് വെക്കാതെ പടത്തിൻ്റെ കൂടെ ക്രൂ മെമ്പേഴ്സിൻ്റെ കൂടെ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രൊഡ്യൂസർക്ക് വേണ്ടി ചെയ്ത പടം പ്രൊഡ്യൂസറുടെ നിലനിൽപ്പിന് വേണ്ടി പ്രൊമോഷനും കൂടി ചെയ്യണമായിരുന്നു ഇപ്പോഴല്ലേ. എക്സാക്ട്ലി. തലവരെയൊക്കെ ഇനി വരാൻ പോവാണ് ഇതുപോലെ നമുക്കൊക്കെ കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതും ഒരു റിലീസ് എന്ന് ഞാൻ പറയുന്നില്ല, OTT-ലൊക്കെ ഇനി നല്ല വിജയമാവട്ടെ. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് കാണേണ്ട സിനിമയായിരുന്നു. കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പോൾ പറഞ്ഞ മെജോറിറ്റി കമന്റ് ഇടുന്ന ആൾക്കാർ ആ സിനിമ കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും വിഷമമുള്ള കാര്യം. ഈ സിനിമ കണ്ട ആൾക്കാരല്ല, ഈ സിനിമ കാണാത്ത ആൾക്കാരാണ് കൂടുതൽ. റിവ്യൂസ് ഫൈൻ, അവർ വന്നു, അവർ വിശകലനം ചെയ്തു വിട്ടു. ബട്ട് ബാക്കി കമന്റ് ബോക്സിൽ ഇടുന്ന ആൾക്കാരൊന്നും ഈ സിനിമ കണ്ടവരല്ല. അവർ കണ്ടിട്ടിട്ടാ കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും സിനിമ കാണാതെയാണ് അതിനെതിരെ പ്രതികരിക്കുന്നത്. അതാണ് ഏറ്റവും വിഷമമുള്ള കാര്യം. അത് എനിക്ക് തോന്നുന്നു അഖിൽമാരാർ ഒരു നല്ല ആക്ടറാണ്. ഇന്നല്ലെങ്കിൽ നാളെ കേരള സമൂഹം ആ ആക്ടർ അംഗീകരിക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ അംഗീകരിക്കട്ടെ. അതാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും അതിലും നല്ലൊരു നടനാവട്ടെ. അതെ.